അർഹിക്കുന്ന ഒരു ദിനവും കൂടി നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ബൈബിൾ സൊസൈറ്റിയുടെ കേരള ഓക്സിലറിക്ക് വളരെ ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് ഇരുന്ന 3 ഓഫീസ് ബെയറേഴ്സ് ഒരുമിച്ച് അവർ റിട്ടയർമെൻ്റ് ആകുകയും പുതിയ ഓഫീസ് ബെയറേഴ്സും അതുപോലെ തന്നെ 6ഓളം പുതിയ ഓക്സിലറി കമ്മിറ്റി അംഗങ്ങളും ഒരുമിച്ച് ചുമതലയേൽക്കുന്ന ഒരു പ്രാർത്ഥന സ്തോത്ര ശുശ്രൂഷയിലേക്കാണ് നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ബൈബിൾ സൊസൈറ്റിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് സബ്സ്റ്റിറ്റ്യൂട്ട് അംഗവും ഫോമർ ബൈബിൾ സൊസൈറ്റിയുടെ ഓക്സിലറി കമ്മിറ്റി അംഗവും വിവിധ നിലകളിൽ ബൈബിൾ സൊസൈറ്റിക്ക് വളരെ ശക്തമായ നേതൃത്വം നൽകുകയും ബൈബിൾ സൊസൈറ്റിയുടെ വചനവാർത്തയുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗവും ഒക്കെയായിട്ട് സേവനം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സ്നേഹമുള്ള വെരി റവറൻ KY ജേക്കബച്ചനാണ്. ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി അഭിവന്യ മർത്തോമാ മെത്രാപ്പോലീത്തയുടെയും അഭിവന്യ VS ഫ്രാൻസിസ് തിരുമേനിയുടെയും മറ്റ് ഒഫീഷ്യൽസിൻ്റെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വന്യ വൈദികരുടെയും എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ അച്ഛനെ ഈ പ്രോഗ്രാം അധ്യക്ഷത വഹിക്കുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ പ്രോഗ്രാം ഓപ്പണിംഗ് പ്രയറോടുകൂടി പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. പ്രോഗ്രാം പ്രാർത്ഥിച്ച് ആരംഭിക്കുവാനായിട്ട് നമ്മുടെ മധ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ കോട്ടയം കഞ്ഞിക്കുഴിയിൽ ദൈവാലയത്തിലെ ശുശ്രൂഷ നിർവഹിക്കുന്ന വികാരിയായിരിക്കുന്ന റവറൻ KG മാത്യു അച്ഛനാണ്. ഇപ്പോൾ അച്ഛൻ ഓപ്പണിംഗ് പ്രയറിലൂടെ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. അച്ഛനെ ദൈവനാമത്തിൽ ക്ഷണിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അവിടുത്തെ പാദപീഠത്തിങ്കിൽ വണങ്ങി ആരാധിക്കുന്നു. അവിടുന്ന് സകലത്തിൻ്റെയും സൃഷ്ടാവും കാരണഭൂതനും സകലത്തെയും നിയന്ത്രിക്കുന്നവനുമാകൊണ്ട് സ്തോത്രം. വചനമാകുന്ന യേശു കർത്താവിനെ ഞങ്ങളുടെ രക്ഷിതാവായിട്ട് അയച്ചു തന്നു. ആ കർത്താവിൽ കൂടെ ദൈവത്തോട് ബന്ധപ്പെടുവാനും ദൈവമക്കളെന്നുള്ള പദവിയിൽ ജീവിപ്പാനും തക്കവണ്ണം ഞങ്ങളെ തിരഞ്ഞെടുത്തതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ എഴുതപ്പെട്ട വചനം കർത്താവെ, മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. അത് ഞങ്ങളെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നതാണെന്ന് കർത്താവെ അങ്ങയുടെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും സന്ധിമജ്ജകളെയും ഒക്കെ തുളച്ചു വേർപിടിക്കും തക്കവണ്ണം കടന്നു ചെല്ലുകയും ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വലിയ ചൈതന്യം ഈ നാളുകളിൽ കർത്താവെ ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കപ്പെടണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറിയതും കർത്താവെ എല്ലാ വിധത്തിലും മനുഷ്യനെ ആത്മീയമായി പരിപക്വതപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരുവാൻ ആവശ്യമായിരിക്കുന്ന ആത്മീയ ആഹാരവുമായിരിക്കുന്ന അവിടുത്തെ വചനത്തെ കർത്താവെ കണ്ടെത്തി ഭക്ഷിപ്പാനും അതിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കുകയും ആ മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ കൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് അനേകർ നടത്തപ്പെടേണ്ടതിന് ലോകമെമ്പാടും കർത്താവെ ഈ വചനം ലഭിച്ചിട്ടില്ലാത്തവർക്ക് വചനം എത്തിക്കുന്നതിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ബൈബിൾ അധ്വാനത്തിലായിരിക്കുന്ന ട്രാൻസ്ലേറ്റേഴ്സിനെയും കർത്താവെ ബൈബിൾ സൊസൈറ്റികളെയും ഒക്കെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയുള്ള ഞങ്ങളുടെ ബൈബിൾ സൊസൈറ്റി ഓക്സിലറിക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ അതിനു വേണ്ട നേതൃത്വം തന്നിട്ടുള്ള എല്ലാ ദൈവമക്കളെയും ഓർത്ത് സ്തോത്രം. കാലാകാലങ്ങളിൽ നേതൃത്വം കൊടുപ്പാൻ സഭകൾക്കും കർത്താവെ സംഘടനകൾക്കൊക്കെയായി അങ്ങയുടെ അഭിഷക്തന്മാരെ അങ്ങയുടെ ദാസന്മാരെ അവിടുന്ന് നിയോഗിച്ചാക്കുന്നതുകൊണ്ട് സ്തോത്രം. ആവശ്യമായിരിക്കുന്ന ദൈവകൃപ, ആവശ്യമായിരിക്കുന്ന അഭിഷേകം, ആവശ്യമായിരിക്കുന്ന ദൈവശക്തി, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, ദർശനം കൊടുത്ത് കർത്താവെ അങ്ങയുടെ ഇഷ്ടപ്രകാരം അങ്ങയുടെ വേല നന്നായി നിവർത്തിപ്പാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പുതിയ ചുമതല സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസന്മാരെ, അഭിഷക്തന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ജേക്കബ് ആൻ്റണി അച്ഛനെ ഓർത്ത് സ്തുതിക്കുന്നു. അതുപോലെ കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, അനേക കർത്താവെ സഹകാരികൾ, പ്രാർത്ഥിക്കുന്നവർ, കൂട്ടായ്മ കൊടുക്കുന്നവർ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടല്ലോ. അവരെല്ലാം ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രത്തോടെ ഇന്ന് ചുമതലാ സ്ഥാനങ്ങൾ നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ അവിടുന്ന് അഭിഷേകം ചെയ്ത് ബൈബിൾ സൊസൈറ്റി ഈ നാളുകളിൽ കർത്താവെ അധികം ഉന്നതികളിലേക്ക് നടത്തുവാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ. ഇന്നത്തെ ഞങ്ങളെ ഈ കൂടിവരവിൽ അങ്ങയുടെ സാന്നിധ്യം ഇരുന്ന് ദിവ്യ ആലോചനകളെ ഞങ്ങളെ കേൾപ്പിച്ച് സകലത്തിലും കൂടെ തിരുനാമം മഹത്വപ്പെടുത്തണമേ. എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറിക്ക് 13 സ്റ്റാഫ് അംഗങ്ങളാണ് ഓക്സിലറി സെക്രട്ടറി അടക്കമുള്ളത്. പ്രിയപ്പെട്ടവരുമ്പോൾ മുൻപോട്ട് വന്ന ഒരു സ്തോത്രഗാനം നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ആലപിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള പാട്ടാണ്. എല്ലാവർക്കും അതിൽ ഒരുമിച്ച് പങ്കുചേരുകയും ചെയ്യാം.
ഏറ്റവും അഭിവന്ദനായ മോസ്റ്റ് ഓവർ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി, ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള റൈറ്റ് ഓൺ VS ഫ്രാൻസിസ് തിരുമേനി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള വെരി റവറൻ KY ജേക്കബ് അച്ഛൻ, കഴിഞ്ഞ 9 വർഷക്കാലം ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറിക്ക് ട്രഷാർ എന്ന നിലയിൽ വളരെ ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് ഇരിക്കുന്ന സ്നേഹമുള്ള ജേക്കബ് ജോൺ സാറ്, പുതുതായിട്ട് ഇന്ന് ട്രഷാർ എന്ന നിലയിൽ ചുമതല ഏറ്റെടുക്കുന്ന ഡോക്ടർ സാബു ടി തോമസ് സാറ്, ഇവിടെ ആയിരിക്കുന്ന വന്യ വികാരി ജനറൽ അച്ഛൻ, അതുപോലെ മറ്റ് വിവിധ മഹായിടവുകളിലെയും സഭകളിലെയും മഹായിട ഓഫീസേഴ്സ്, സഭകളിലെ നേതാക്കന്മാർ, പാസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള ഓക്സിലറി കമ്മിറ്റി അംഗങ്ങൾ, ബൈബിൾ സൊസൈറ്റിയുടെ സഹകാരികളായിട്ടും സുഹൃത്തുക്കളായിട്ടും ബ്രാഞ്ച് ഓഫീഷ്യൽസായിട്ടും കടന്നു വന്നിരിക്കുന്ന ഏവരുമേ സ്റ്റാഫ് അംഗങ്ങളെ വളരെ ചുരുങ്ങിയ വാചകത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനായിട്ട് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ സൊസൈറ്റിയുടെ യാത്രയുടെ മധ്യത്തിൽ ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി, ദൈവത്തിൻ്റെ വചനം സകലരിലേക്കും എത്തിക്കുക എന്നുള്ള വിലയേറിയ ദൗത്യം, എബ്രായ, ഗ്രീക്ക്, അരാമ്യ ഭാഷകളിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം മൂലഭാഷയിലെ അർത്ഥം ഒട്ടും ചോർന്നു പോകാതെ ഒരുവന് അവനവൻ്റെ ഹൃദയഭാഷയിൽ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉപഭാഷയിലേക്കെങ്കിലും അവർക്ക് താങ്ങാവുന്ന വിലയ്ക്ക് ആകർഷകമായ രീതിയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള വിലയേറിയ ദൗത്യവുമായിട്ട് കഴിഞ്ഞ 68 വർഷക്കാലമായിട്ട് കേരള ഓക്സിലറി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയിലെ വളരെ നിർണായകമായ ഒരു ഓക്സിലറിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. കാലാകാലഘട്ടങ്ങളിൽ ദൈവം ശക്തമായ നേതൃത്വത്തെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. എല്ലാ സഭകളുടെയും ഉള്ള ഒരു ഐക്യ കൂട്ടായ്മയായിട്ട് ഈ ലോകത്തിലേക്കും തന്നെ ഏറ്റവും വലിയ എക്യുമെനിക്കൽ പ്രസ്ഥാനമായിട്ട് നമുക്ക് ഒരുമിച്ച് അണിനിരക്കാനായിട്ട് ദൈവം ഇടയാക്കുന്നു. സഭാ വ്യത്യാസം എന്നെ എല്ലാവരും ഒരേ കുടക്കീഴിൽ നിൽക്കുന്ന, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, കൂട്ടായ്മ പങ്കുവയ്ക്കുന്ന സുന്ദരമായൊരു ദൃശ്യം ബൈബിൾ സൊസൈറ്റിയിലാണ് അത് പൂർണ്ണതയിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. പല എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾ ഈ ലോകത്തിൽ ഉണ്ട് എങ്കിലും പൂർണ്ണമായിട്ട് ഒരു എക്യുമെനിക്കൽ സ്പിരിറ്റ് നിലനിൽക്കുന്ന ഒരു മഹത്തായ മിഷൻ ഏജൻസിയാണ് ബൈബിൾ സൊസൈറ്റി എന്ന് നമുക്ക് അറിവുള്ളതാണ്. പ്രത്യേകിച്ച് 68 വർഷക്കാലം നമ്മളെ പരിപാലിച്ച് 68ാമത് ആനുവൽ മീറ്റിംഗ് കോഴിക്കോട് വെച്ച് ഓഗസ്റ്റ് മാസം 20-ാം തീയതി നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുവാൻ, ദൈവത്തിന് നന്ദി പറയാൻ ഒക്കെ ദൈവം ഇടയാക്കി തീർത്തു. കഴിഞ്ഞ 9 വർഷക്കാലം ആയിട്ട് ശുശ്രൂഷയിലായിരിക്കുന്നവരും 7 വർഷക്കാലമായിട്ട് ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നവരുമൊക്കെ ആയിട്ടുള്ള ആളുകൾ കാലാകാലഘട്ടങ്ങളിൽ ഓക്സിലറിയുടെ ഒരു ടേം എന്ന് പറയുന്നത് 3 വർഷമാണ്. പിന്നീട് നോമിനേഷൻ കമ്മിറ്റി കൂടി തീരുമാനിച്ച് ഓക്സിലറി കമ്മിറ്റിയുടെ അപ്രൂവലോടുകൂടി രണ്ടാമത് ഒരു ടേമും കൂടെ ഇരിക്കുവാനായിട്ട് സാധിക്കും. മറ്റ് ഒരു ടേമും കൂടെ നോമിനേഷൻ കമ്മിറ്റി കൂടി ഓക്സിലറി കമ്മിറ്റി കൂടി തീരുമാനിച്ച് സെൻട്രൽ ഓഫീസിൻ്റെ അംഗീകാരത്തോടുകൂടി ലാസ്റ്റ് ഒരു ടേമും കൂടെ ഇരിക്കാൻ പറ്റും. അങ്ങനെ 9 വർഷക്കാലമാണ് ഓക്സിലറി കമ്മിറ്റിയിൽ അത് തുടരാനായിട്ട് ഒരു വ്യക്തിക്ക് കഴിയുന്ന മാക്സിമം പീരീഡ്. അങ്ങനെ പൂർത്തീകരിച്ച പല ആളുകളും നമ്മൾ റിട്ടയർമെൻറ്റിലൂടെ വിരമിക്കുന്ന ഒരു അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ 10ഓളം ഓക്സിലറി കമ്മിറ്റി അംഗങ്ങൾ ഈ അവസരത്തിൽ നമുക്ക് റിട്ടയർഡായി പുതിയ ആളുകൾ ആ മേഖലയിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇപ്രകാരം ഒരു ചാർജ് ടേക്കിംഗ് ഫങ്ഷൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ 7 വർഷത്തിന് ശേഷമാണ് നമുക്കൊരു ഓക്സിലറി പ്രസിഡൻറ്റിൻ്റെ ചേഞ്ച് വരുന്നത്. ഏറ്റവും അഭിനന്ദനായിട്ടുള്ള മോസ്റ്റ് ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പോലീത്ത തിരുമേനി
9 വർഷക്കാലം ഓക്സിലറി കമ്മിറ്റി അംഗമായും 7 വർഷക്കാലം ഓക്സിലറി പ്രസിഡൻ്റായും വളരെ ശക്തമായ നേതൃത്വം നമുക്ക് നൽകി. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇനി മുൻപോട്ട് തുടരുവാനായിട്ട് സാധ്യമല്ലാത്തതുകൊണ്ട് തിരുമേനി റിട്ടയർഡ് ആകുന്നു. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് തിരുമേനിയും 7 വർഷക്കാലം വൈസ് പ്രസിഡൻ്റായിട്ട് ഉമ്മൻ ജോർജ് തിരുമേനി നമ്മുടെ മീറ്റിങ്ങിൻ്റെ ക്ലോസിംഗ് ആകുമ്പോഴത്തേക്കും തിരുമേനി എത്തിച്ചേരുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. തിരുമേനിയും 7 വർഷക്കാലം പൂർത്തീകരിച്ച് റിട്ടയർമെൻറ്റിലേക്ക് സഭയുടെ ഔദ്യോഗിക പദവിയിൽ നിന്ന് തിരുമേനി വിരമിച്ചതുകൊണ്ട് നമുക്ക് പിന്നീട് മുൻപോട്ട് പോകുവാനായിട്ട് സാധ്യമല്ലാത്തതുകൊണ്ട് തിരുമേനിയും വിരമിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ചുറുചുറുക്കോടെ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു പിതാവായിട്ടും അതുപോലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരന്മാരിൽ ഒരാളായിട്ടും ജേക്കബ് ജോൺ സാറിൻ്റെ വിലയേറിയ നേതൃത്വം കഴിഞ്ഞ 9 വർഷക്കാലം നമുക്ക് ലഭിച്ചു. ഇപ്പോഴും സാറിന് ആ ഒരു സ്പിരിറ്റോട് കൂടിയാണ് നിൽക്കുന്നത്. പല കാര്യങ്ങളിലും സാർ ഇൻവോൾവ് ചെയ്യുന്നു. കോഴിക്കോടിന് യാത്ര ചെയ്ത് നമ്മുടെ ബൈബിൾ വാനിലാണ് സാർ യാത്ര ചെയ്ത് എത്തിയത്. അതേ ഒരു സ്പിരിറ്റ് സാറിന് എപ്പോഴും ഉണ്ട്. സാറിൻ്റെ 86ാമത്തെ ജന്മദിനം കഴിഞ്ഞ ആഴ്ച ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ ദൈവം കൃപ നൽകി. പുതിയ വർഷം അനുഗ്രഹമാക്കി. അങ്ങനെ സാറ് 9 വർഷം പൂർത്തീകരിച്ചു. അങ്ങനെ ഓഫീസേഴ്സ് ഒരുമിച്ച് മാറുന്ന ഒരു ഇവൻ്റ് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ഒരു മനസ്സിലാക്കൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് കൂടി ഒന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തിന് നന്ദി പറയാനും ഈ ദൗത്യം ഏറ്റെടുക്കാനുമുള്ള ഒരു സാഹചര്യമായിട്ടാണ് ഓക്സിലറി കമ്മിറ്റി കൂടി ഇപ്രകാരം ഒരു ഇവൻ്റ് പ്ലാൻ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. അതിലെല്ലാവരും എത്തിച്ചേർന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാക്സിമം ഒരു 45 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. എല്ലാവരും തിരക്കിൻ്റെ മധ്യത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന. കമ്പിവാചകത്തിൽ നമുക്കെല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവരും. എങ്കിലും വളരെ ചുരുങ്ങിയ വാക്കിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓക്സിലറിയുടെ പ്രസിഡൻ്റായിട്ട് പുതുതായിട്ട് ചുമതല ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ബൈബിൾ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ദീർഘവർഷങ്ങളായിട്ട് അഭിവന്യ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ നേതൃത്വം സാന്നിധ്യം നാഷണൽ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ, നാഷണൽ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ഓക്സിലറിയുടെ കമ്മിറ്റി അംഗമായിട്ട് തിരുമേനി ഈ നാളുകളിലും പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ വളരെ ബൈബിൾ സൊസൈറ്റിക്ക് ഏറ്റവും ശക്തമായ നേതൃത്വം നൽകുന്ന ഒരു തിരുമേനിയെ നമുക്ക് പ്രസിഡൻ്റായിട്ട് ലഭിച്ചതിൽ നമുക്ക് അഭിമാനിക്കാനായിട്ട് ഒത്തിരി വകയുണ്ട്. തിരുമേനി വളരെ ടൈറ്റ് ഷെഡ്യൂളിലുള്ള ആളാണ്. പലപ്പോഴും ചോദിക്കും, അഭിമന്യ തിരുമേനിക്ക് ഇതിനൊക്കെ സമയം കിട്ടുമോ എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പറയും, ഞാൻ വന്നതിൽ പിന്നെ ഒരു ഓക്സിലറി കമ്മിറ്റി പോലും തിരുമേനി മുടക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും സ്പെഷ്യൽ ഇവൻസിന് തിരുമേനിയോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പ്രോഗ്രാം പിടിക്കുന്ന ഒരു പതിവ് അഭിവന്യനായിട്ടുള്ള തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിക്ക് ഇല്ല. അത് ഏറ്റവും വലിയ അത് തന്നെയാണ് ഈ സ്ഥാനത്തിൽ തിരുമേനിക്ക് അത് ഏറ്റെടുക്കാനായിട്ട് ദൈവം പ്രാപ്തിപ്പെടുത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബൈബിൾ സൊസൈറ്റി അത്രമാത്രം സ്നേഹിക്കുന്ന മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള പിതാവ് എത്ര ചെറിയ പ്രോഗ്രാമാണെങ്കിലും വലിയ പ്രോഗ്രാമാണെങ്കിലും നോട്ട് ചെയ്ത പിന്നെ എത്ര വിദേശത്തു നിന്നുള്ള പ്രോഗ്രാം വന്നാലും സ്വദേശത്തു നിന്നുള്ള പ്രോഗ്രാം വന്നാലും തിരുമേനി പിടിച്ച് കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഇതായിട്ട് ബൈബിൾ സൊസൈറ്റിയെ സ്നേഹിക്കുന്ന അഭിമന്യ തിരുമേനി ഇന്നത്തെ ഈ മീറ്റിങ്ങിലും വളരെ നേരത്തെ തന്നെ നമ്മുടെ മധ്യത്തിലേക്ക് എത്തിച്ചേർന്നു. മറ്റ് നമ്മുടെ അലങ്കാരങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമില്ല, പൂച്ചുണ്ടുകളോ മറ്റോ ഒന്നും നമ്മൾ ഈ ഒരു മീറ്റിങ്ങിൽ കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ബൈബിൾ സൊസൈറ്റിക്ക് അങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ പിതാക്കന്മാരും അങ്ങനെ തന്നെ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരാണ്. അത് മതി എന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് ഏറ്റവും ആദരവോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിമന്യ തിയോഡോഷ്യസ് തിരുമേനിയെ ഹർദവുമായിട്ട് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ അഭിമന്യനായിട്ടുള്ള റൈറ്റ് റവറൻഡ് ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനി കഴിഞ്ഞ 7 വർഷക്കാലം ഓക്സിലറിക്ക് വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സേവനം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ബിഷപ്പായതിനു ശേഷം വേദപുസ്തക സ്നേഹിയായിട്ടുള്ള ഒരു ബിഷപ്പിനെ അന്നാരെ തന്നെ നേരിട്ട് വൈസ് പ്രസിഡൻ്റായിട്ട് നോമിനേഷൻ കമ്മിറ്റി കൂടി ഓക്സിലറി കമ്മിറ്റി തീരുമാനിച്ച് നിയമിക്കുകയായിരുന്നു. തിരുമേനി 7 വർഷക്കാലം സേവനം ചെയ്ത് CSI സഭയുടെ റിട്ടയർമെൻറ്റ് ഏജ് ഇപ്പോൾ 67 വയസ്സാണ്. 67 വയസ്സ് തിരുമേനിക്ക് പൂർത്തിയായതുകൊണ്ട് കൊല്ലം കൊട്ടാരക്കര മഹായിടവകയുടെ ആ ചുമതലയിൽ നിന്ന് തിരുമേനി ഔദ്യോഗികമായിട്ട് വിരമിച്ച് ഇപ്പോൾ തൻ്റെ മറ്റ് ശുശ്രൂഷ പന്താവിലൂടെ സുവിശേഷ വേലയിൽ ആയിരിക്കുന്നു. ആ തിരുമേനിയുടെ അസാന്നിധ്യത്തിൽ നമുക്ക് ഒരു വൈസ് പ്രസിഡൻ്റായിട്ട് മറ്റൊരു വ്യക്തിയുടെ നേതൃത്വം വളരെ ആവശ്യമായിരുന്നു. നോമിനേഷൻ കമ്മിറ്റി കൂടി ഒരുമിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ച്
ഏറ്റവും അഭിനന്ദനായിട്ടുള്ള റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് തിരുമേനിയെ ആണ് നോമിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ ഒന്നടങ്കം അവരുടെ ആ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അത് ഓക്സിലറി കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോഴും ഇപ്പോൾ ഫ്രാൻസിസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ CSIയുടെ കേരളത്തിലുള്ള ബിഷപ്പുമാരിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു ബിഷപ്പാണ് ഫ്രാൻസിസ് തിരുമേനി. ആ ഒരു ഘട്ടത്തിലും അതുപോലെ തന്നെ ബൈബിൾ സൊസൈറ്റിയുടെ ഒരു അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ പ്രത്യേകിച്ച് ഈസ്റ്റ് കേരള മഹായിടവകയിൽ നിന്ന് അഭിമന്യ KJ സാമുവേൽ തിരുമേനി പ്രസിഡൻ്റായിട്ട്, നാഷണൽ പ്രസിഡൻ്റായിട്ടും അതുപോലെ തന്നെ ഓക്സിലറിയുടെ പ്രസിഡൻ്റായിട്ടും സേവനം ചെയ്തിട്ടുണ്ട്. ആ ഒരു പാരമ്പര്യവും മഹായുടെ സപ്പോർട്ടും ഒക്കെ വളരെ വലുതാണ് ഫ്രാൻസിസ് തിരുമേനി അവൈലബിളായിട്ട് ലഭിച്ചത്. വളരെ സന്തോഷമാണ്. ഇന്ന് തിരുമേനി നമ്മുടെ മധ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ ദീർഘദൂരം യാത്ര ചെയ്താണ്. ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ കൊല്ലം കൊട്ടാരക്കര മഹായുടെ അഡീഷണൽ റെസ്പോൺസിബിലിറ്റിയും കൂടെ വഹിക്കുന്നു. രാവിലെ തിരുവനന്തപുരത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രോഗ്രാമിന് പോയി. ഇന്നലെ രാത്രിയും ഉറങ്ങിയിട്ടില്ല. നമ്മുടെ മധ്യത്തിലേക്ക് ദീർഘദൂരം യാത്ര ചെയ്ത് വളരെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. കോഴിക്കോട്ടിലും അഭിമന്യ തിരുമാനിമാരൊക്കെ ദീർഘദൂരം യാത്ര ചെയ്ത് നമ്മുടെ മധ്യത്തിലുണ്ടായിരുന്നു. ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും കൂടി അഭിമന്യ റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് തിരുമേനി ദൈവനാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷനെ ആദ്യം പ്രോട്ടോകോൾ അനുസരിച്ച് സ്വാഗതം ചെയ്തേണ്ടതാണ്. എങ്കിലും നമ്മുടെ പിതാക്കന്മാരിയ്ക്കുമ്പോൾ നമ്മുടെ ഒരു രീതി അങ്ങനെയാണല്ലോ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള വലിയ റവറൻ KY ജേക്കബ് അച്ഛനെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും അച്ഛന് ഇല്ല. അതുകൊണ്ട് അച്ഛനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഞാൻ അലങ്കാര വാക്കുകൾ പറയേണ്ട കാര്യമില്ല. അച്ഛൻ ബൈബിൾ സൊസൈറ്റിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതുപോലെ തന്നെ ബൈബിൾ സൊസൈറ്റിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് അംഗമാണ്. എങ്കിലും അച്ഛനാണ് മിക്ക നാഷണൽ കമ്മിറ്റിയിലും ബൈബിൾ സൊസൈറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ അച്ഛനാണ് നേതൃത്വം നൽകുന്നത്. അച്ഛൻ നമ്മുടെ മധ്യത്തിലേക്ക് ദീർഘദൂരം യാത്ര ചെയ്ത് കൊട്ടാരക്കരയിൽ നിന്ന് ഈ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കടന്നു വന്നു. അച്ഛൻ നല്ലൊരു പ്രഭാഷകനാണ്, നല്ലൊരു കൺമിഷൻ പ്രീച്ചറാണ്, നല്ലൊരു ബൈബിൾ സ്റ്റഡി എടുക്കുന്ന അച്ഛനാണ്. അങ്ങനെ വിവിധ വൈവിധ്യമായ മുഖങ്ങളുള്ള സ്നേഹമുള്ള KY ജേക്കബ് അച്ഛൻ. പക്ഷേ ഞങ്ങളെയൊക്കെ വളരെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു അച്ഛനെ ഏറ്റവും ആദരവോടുകൂടി ഈ മീറ്റിങ്ങിലേക്ക് വളരെ ഹൃദ്യമായിട്ട് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ജേക്കബ് ജോൺ സാറിൻ്റെ സേവനത്തിന് എത്ര ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. സാറിൻ്റെ ജീവിതയാത്രയിൽ സാറിൻ്റെ സഹധർമ്മിണി സാറിനെ വിട്ട് ദൈവതിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു പോയി. അങ്ങനെ വേർപാടിൻ്റെ ദുഃഖത്തിലൂടെയൊക്കെ കടന്നുപോയപ്പോഴും ബൈബിൾ സൊസൈറ്റി സാറിന് വലിയൊരു ഹരമായിരുന്നു. ബൈബിൾ സൊസൈറ്റിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു വ്യക്തി, ഒരു പിതാവ്. ആ പിതാവിൻ്റെ വാത്സല്യവും സ്നേഹവും ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെങ്കിലും എനിക്കും അതുപോലെ ഇതിനു മുമ്പുള്ള സെക്രട്ടറി അച്ഛന്മാർക്കും അതുപോലെ സ്റ്റാഫംഗൾക്കൊക്കെ സാർ ഒരു പിതാവ് തന്നെയാണ്. ആ ഒരു പക്വതയോടുകൂടിയാണ് ഞങ്ങളെയൊക്കെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. സാറ് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. ഏറ്റവും ആദരവോടുകൂടി ജേക്കബ് ജോൺ സാറിനെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്നേഹമുള്ള പുതുതായിട്ട് ജേക്കബ് ജോൺ സാറിൻ്റെ ആ ചുമതല ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ ദൈവം കരുത്തനായ ഒരു വ്യക്തിയെ തന്നെ തക്ക സമയത്ത് തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിലാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. മനുഷ്യർ പല കാര്യങ്ങളും നിരൂപിക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി മാത്രമാണ് അൾട്ടിമേറ്റ്ലി നിറവാകുന്നത്. തീർച്ചയായിട്ടും അതിനൊരു ഉദാഹരണമാണ് ഡോക്ടർ സാബു ടി തോമസ് സാറ്. സാബു സാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സാറിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. നിങ്ങളെ എല്ലാവരുടെയും പേരിൽ ബർത്ത്ഡേ ആശംസകൾ അർപ്പിക്കുകയാണ്. ഈ ഒരു ദിനത്തിൽ തന്നെ സാറിൻ്റെ ബർത്ത്ഡേയും കൂടെ ആഘോഷിക്കുമ്പോൾ സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മിഷൻ മാനേജ്മെൻറ്റിലെ PhD ഹോൾഡറാണ്. അതുപോലെ തന്നെ ഇന്ത്യ ബാപ്റ്റിസ്റ്റ് തിയോളജിക്കൽ സെമിനാരിയുടെ ഫോമർ പ്രിൻസിപ്പളാണ്. നല്ലൊരു പ്രഭാഷകനാണ്, നല്ലൊരു ലെക്ചററാണ്. സാറിൻ്റെ ഒരു പ്രൊഫൈല് കണ്ടു കഴിഞ്ഞാൽ അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒത്തിരി പോകും. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നല്ലൊരു സ്പിരിച്വൽ ലീഡറാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ആത്മീക നേതൃത്വം നൽകാനായിട്ട് ദൈവം കൃപകൾ കൊടുത്തിട്ടുള്ള, ദൈവത്തിൻ്റെ കൃപാകരങ്ങളുള്ള ഒരു ദൈവദാസൻ. സാറും കുടുംബവും ബൈബിൾ സൊസൈറ്റിയുടെ ഏറ്റവും ശക്തമായ നേതൃത്വമാണ് നൽകുന്നത്. കോട്ടയം ബ്രാഞ്ചിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് സേവനം ചെയ്യുന്നു. സാറിൻ്റെ ആൻറ്റിയും മക്കളും കുഞ്ഞുമക്കളും ഒക്കെ അവരെ ബൈബിൾ സൊസൈറ്റി ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. തീർച്ചയായിട്ടും സാറിനെ ദൈവം വിവിധ നിലകളിലെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ മീറ്റിങ്ങിലേക്ക് ഒറ്റ വാക്കിൽ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ നമുക്ക് എല്ലാ ആളുകളെയും ഒന്നും ഉൾപ്പെടുത്തുവാനായിട്ട് പറ്റിയിട്ടില്ല. എങ്കിലും നമ്മുടെ ഒരു റെപ്രസെൻറ്റേഷനൊക്കെ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ ഉന്നതമായ നിലയിൽ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഒറ്റ വാക്കിൽ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, സമയം മുൻപോട്ട് പോകുന്നു. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഫാദർ ഡോക്ടർ റെജി മാത്യു അച്ഛൻ BSIയുടെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓക്സിലറി കമ്മിറ്റി അംഗമായ
വർഷങ്ങളായിട്ട് വളരെ സജീവമായിട്ട് നേതൃത്വം നൽകി ഓർത്തഡോക്സ് സെമിനാരിയുടെ പ്രിൻസിപ്പളായിട്ട് അച്ഛന് സേവനം ചെയ്യുന്നു. ഇപ്പോൾ വികാർ സെൻറ് തോമസ് ഓർത്തഡോക്സ് സഭയെ ഇരവിപേരൂരിലെ വികാരിയായിട്ട് അച്ഛൻ സേവനം ചെയ്യുന്നു. എഡിറ്റോറിയൽ ബോർഡിന് സേവനം നൽകുന്നു. ഏറ്റവും സ്നേഹമുള്ള റെജി അച്ഛൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. അച്ഛനെ ഒറ്റ വാക്കിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ഡോക്ടർ VS വർഗീസ് അച്ഛൻ ഓക്സിലറിയുടെ കമ്മിറ്റി അംഗമാണ്. നല്ലൊരു സ്കോളറാണ്. അച്ഛന് വളരെ വിനയാനുതനായിട്ടുള്ള ഒരു വ്യക്തിപ്രതിഭ. അച്ഛനെ ഓർക്കുമ്പോൾ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അച്ഛന് ഒത്തിരി ബാലപാഠങ്ങൾ പഠിക്കാനുണ്ട്. മർത്തോമ തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പളായിട്ടും എഡിറ്റോറിയൽ ബോർഡിൻ്റെ അംഗമായിട്ടും ഒക്കെ അച്ഛൻ സേവനം ചെയ്യുന്നു. റജിയച്ഛനോട് ചേർന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് സ്നേഹമുള്ള VS വർഗീസ് അച്ഛൻ. ഏറ്റവും സ്നേഹമുള്ള ഡോക്ടർ VS വർഗീസ് അച്ഛനെയും ഒറ്റ വാക്കിൽ ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ താങ്ക്സ് ഗിവിംഗ് പ്രയറിൽ നമ്മളെ നയിക്കുന്നത് റവറൻ TJ ബിജോയി അച്ഛനാണ്. അച്ഛൻ ക്ലർജി സെക്രട്ടറി CSI ഈസ്റ്റ് കേരള ഡയസിസ്. അച്ഛൻ വിവിധ നിലകളിൽ മഹായിടവയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്നു. വിവിധ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളിൽ അച്ഛൻ്റെ സജീവമായ സാന്നിധ്യമുണ്ട്. മേലുകാവിൽ നിന്ന് യാത്ര ചെയ്ത് അവിടുത്തെ എല്ലാ ഓഫീസ് ബെയറേഴ്സിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അച്ഛൻ ഇവിടെ ഈ സന്തോഷമുള്ള സുദിനത്തിൽ വന്നു ചേർന്നിരിക്കുന്നു. ഏറ്റവും ആദരവോടുകൂടി റവറൻ TJ ബിജോയി അച്ഛനെ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഓപ്പണിംഗ് പ്രേയറിൽ നമ്മളെ നയിച്ചത് റവറൻ KG മാത്യു അച്ഛനാണ്. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയുടെ വികാരിയാണ്. അച്ഛനെ ഒറ്റ വാക്കിൽ ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലോസിംഗ് പ്രേയറിൽ നമ്മളെ നയിക്കുന്നത് പാസ്റ്റർ ബ്ലസൻ ജോൺ, അസംബ്ലീസ് ഓഫ് ഗോഡ് സെൻട്രൽ ചർച്ച് കോട്ടയത്തിലെ പാസ്റ്ററാണ്. വിവിധ എക്യുമെനിക്കൽ സഭകളുടെയൊക്കെ സാന്നിധ്യമുണ്ട്. എങ്കിലും എല്ലാ ഇൻഡിപെൻഡൻറ്റ് സഭകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള ബ്ലസൻ പാസ്റ്ററെ ദൈവനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് നൽകുന്നത് അഡ്വക്കേറ്റ് PV ചെറിയാൻ സാറാണ്. സാറ് ബൈബിൾ സൊസൈറ്റിയുടെ ഏറ്റവും സന്തത സഹചാരിയാണ്. എല്ലാ കമ്മിറ്റിയും ബൈബിൾ സൊസൈറ്റിക്ക് ഒരു ലേ പേഴ്സൺ ഇരിക്കാൻ പറ്റുന്ന ഏതൊക്കെ കമ്മിറ്റിയുണ്ടോ ആ കമ്മിറ്റിയിലെല്ലാം സാർ ഇരുന്നിട്ടുണ്ട്. നാഷണൽ വർക്കിംഗ് കമ്മിറ്റി, നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സെൻട്രൽ കൗൺസിൽ അംഗം, ഓക്സിലറി കമ്മിറ്റി, ഫൈനാൻസ് കമ്മിറ്റി, എല്ലാ കമ്മിറ്റിയിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു പിതാവ്. എല്ലാ സമയത്തും തക്കതായ അഡ്വൈസ് നൽകുന്ന സാർ. ഏറ്റവും ആദരവോടുകൂടി അഡ്വക്കേറ്റ് PV ചെറിയാൻ സാറിനെ ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രോട്ടോകോൾ അനുസരിച്ച് സ്വാഗതം ചെയ്യേണ്ടുന്ന അനേക അച്ഛന്മാർ ഇവിടെയുണ്ടെന്ന് ഞാൻ ഈ പ്രോഗ്രാം അനുസരിച്ച് സ്വാഗതം ചെയ്തുവെന്ന് മാത്രം. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള വെരി റവറൻ മാത്യു ജോൺ അച്ഛൻ മർത്തോമ സഭയിലെ വികാരി ജനറൽ അച്ഛനാണ്. പുതുതായിട്ട് നമ്മുടെ ഓക്സിലറി കമ്മിറ്റിയിലേക്ക് KY ജേക്കബ് അച്ഛൻ റിട്ടയർഡ് ആകുന്ന മുറയ്ക്ക് ഒരു പക്ഷേ KY ജേക്കബ് അച്ഛൻ ബൈബിൾ സൊസൈറ്റിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ നമ്മുടെ കമ്മിറ്റിയിൽ തുടരുമെന്നാണ് ഞങ്ങൾ ആശിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായുള്ള അറിയിപ്പുകൾ ഇതുവരെയും വന്നു ചേർന്നിട്ടില്ല. എങ്കിലും അച്ഛൻ റിട്ടയർഡ് ആകുന്ന മുറയ്ക്ക് നമുക്ക് അതിൻ്റെ ആ സ്ഥാനത്തേക്ക് സ്നേഹമുള്ള വെരി റവറൻ മാത്യു ജോൺ അച്ഛനാണ് മർത്തോമ സഭയിൽ നിന്ന് വികാരി ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വളരെ സൗമ്യതയുടെ ഒരു പ്രതീകമാണ്. യാതൊരു ഔപചാരികതയും അച്ഛനില്ല. അച്ഛനെ ഇവിടെ വന്ന് നമ്മോടുകൂടെ ആയിരിക്കുന്നു. ഏറ്റവും ആദരവോടുകൂടി അച്ഛനെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്ന സ്നേഹമുള്ള റവറൻ ABT മാമനച്ചൻ മർത്തോമ സഭയുടെ സഭാ സെക്രട്ടറിയാണ്. ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തി, ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തി, എന്നാൽ വളരെ താഴ്മയുടെ ഒരു പ്രതീകം. ബൈബിൾ സൊസൈറ്റിയുടെ പല ബ്രാഞ്ചുകൾക്ക് അച്ഛന് പ്രസിഡൻ്റായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സഭാ സെക്രട്ടറി എന്ന നിലയിൽ ഏതൊരു കാര്യം പറഞ്ഞാലും തക്ക സമയത്ത് തക്കതായ സപ്പോർട്ട് അച്ഛനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പല പരിപാടികളും മാറ്റിവെച്ച് ഈ മീറ്റിങ്ങിലായിരിക്കുന്നു. ഏറ്റവും ആദരവോടുകൂടി അച്ഛനും ഓക്സിലറി കമ്മിറ്റി അംഗമായിട്ട് സഭാ സെക്രട്ടറി ചേഞ്ച് ആകുന്നത് പോലെ ഓക്സിലറി കമ്മിറ്റി അംഗമായിട്ട് CV സൈമൺ അച്ഛന് പകരം സഭാ സെക്രട്ടറിയുടെ പോസ്റ്റ് എന്ന നിലയിൽ ഓക്സിലറി കമ്മിറ്റിയിലേക്ക് വരികയാണ്. അച്ഛനെയും ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് അനേക വൈദികരുണ്ട്. സ്നേഹമുള്ള GG ജോൺ ജേക്കബ് അച്ഛൻ, ട്രഷാർ മധ്യ കേരള ഡയസിസ്, ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ അച്ഛൻ റെജി മാത്യു അച്ഛന് പകരമായിട്ട് ഓക്സിലറി കമ്മിറ്റിയിലേക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നു ഓർത്തഡോക്സ് സെമിനാരിയിൽ നിന്ന്. അതുപോലെ തന്നെ റവറൻ അലക്സ് എബ്രഹാം അച്ഛൻ, ഡയസിൻ സെക്രട്ടറി, മർത്തോമ കോട്ടയം കൊച്ചിൻ ഡയസിസ്. ഈ വന്യ വൈദികർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിവിധ ബ്രാഞ്ചുകളുടെ ഓക്സിലറി പ്രസിഡന്റ് അച്ഛന്മാരുണ്ട്, മറ്റ് വൈദികരുണ്ട്, മഹായിടവകയുടെ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വൈദികരുണ്ട്. എല്ലാ വൈദികരെയും ഒറ്റ വാക്കിൽ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാ വൈദികർക്കും നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ബൈബിൾ റീഡിങ് ചെയ്തത് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് സേവനം ചെയ്യുന്ന മിസ്സസ് എലിസബത്ത് വർഗീസാണ്. ഓക്സിലറി സ്റ്റാഫ് അംഗങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു. അതുപോലെ പാസ്റ്റേഴ്സായിട്ട് ഇവിടെ അനേകർ കടന്നു വന്നിട്ടുണ്ട്. ഓക്സിലറി കമ്മിറ്റി അംഗങ്ങൾ ഈ ചാരത്തു നിന്നുള്ള ദൂരത്തു നിന്നുമൊക്കെയുള്ള ഓക്സിലറി കമ്മിറ്റി അംഗങ്ങൾ അവൈലബിൾ ആയുള്ള കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. റീജിയണൽ ബ്രാഞ്ച് ലീഡേഴ്സ് ഇവിടെ കടന്നു വന്നിരിക്കുന്നു. സബ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ചാരത്തു നിന്നും ദൂരത്തു നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുക.
ചെയ്യുകയാണ്. ഇന്നിവിടെ കടന്നു വരാത്തതായിട്ട് ഉള്ള ഓക്സിലറി കമ്മിറ്റി അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഓക്സിലറി കമ്മിറ്റിയിലേക്ക് പ്രവേശിക്കുന്ന ഹിസ് ഗ്രേസ് മാത്യൂസ് മോർ തിമത്തിയോസ് മെട്രോപൊളിറ്റൻ തിരുമേനി, ഹിസ് ഗ്രേസ് സക്രിയാസ് മോർ സേവറിയോസ് മെട്രോപൊളിറ്റൻ തിരുമേനി, ലഫ്റ്റനന്റ് കേണൽ ND ജോഷുവ, ഈ പ്രിയപ്പെട്ടവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അഭിമന്യ ഉമ്മൻ ജോർജ് തിരുമേനി നമ്മുടെ മധ്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. തിരുമേനിയെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അനേക ആളുകളെ സ്വാഗതം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിൽ വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മീറ്റിങ്ങിൽ വേദഭാഗം വായിക്കുവാനായിട്ട് മിസ്സസ് എലിസബത്ത് വർഗീസ് അക്കൗണ്ട്സ് ഓഫീസറെ ക്ഷണിക്കുന്നു. അതിനുശേഷം സ്നേഹമുള്ള KY ജേക്കബ് അച്ഛൻ പ്രസിഡൻഷ്യൽ അഡ്രസ്സിലൂടെ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 2 തിമോത്തിയോസ് 3:14 മുതൽ 17 വരെയുള്ള വാക്യം. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ഈ വചനത്താൽ ദൈവം നമ്മെ സഹായിക്കും. അഭിവന്ദനായ ഏറ്റവും സ്നേഹമുള്ള വെരി റവറൻ KY ജേക്കബ് അച്ഛൻ അധ്യക്ഷ പ്രസംഗത്തിലൂടെ നമ്മളെ അനുഗ്രഹിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ പുതുതായി ഏൽക്കുന്ന പ്രസിഡൻ്റായി ഇന്ന് നമ്മളെല്ലാവരും ആ നിമിഷത്തിന് കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മോടൊപ്പമായിരിക്കുന്ന ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, നമ്മളുടെ പുതുതായി വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ആരോഹണം ചെയ്യുന്ന ഫ്രാൻസിസ് തിരുമേനി, നമ്മൾ ട്രഷറായി ചുമതലയേൽക്കുന്ന ഡോക്ടർ സാബു, ദീർഘനാളത്തെ ശുശ്രൂഷകൾക്ക് ശേഷം ഔദ്യോഗിക ചുമതലയിൽ നിന്ന് വിരമിക്കുന്നതായ ജേക്കബ് ജോൺ സാർ, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ സെക്രട്ടറി ജേക്കബ് ആൻ്റണി അച്ഛൻ, മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സെക്രട്ടറി റവറൻഡ് ABT മാമനച്ചൻ, ഈ ഡയസിസിൻ്റെ വികാരി ജനറൽ കൂടെ ആയിരിക്കുന്ന റവറൻഡ് മാത്യു ജോൺ അച്ഛൻ, വന്നിയ വൈദികരെ, പാസ്റ്റേഴ്സ്, ഓഫീസ് സ്റ്റാഫ്, പ്രത്യേകം ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുമേ, ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ചുമതല എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനതിന് തികച്ചും യോഗ്യനല്ല. കാരണം മാർത്തോമാ മെത്രാപ്പൊലീത്ത സന്നിഹിതനാകുന്നൊരു വേദിയിൽ അധ്യക്ഷനായിരിക്കുക എന്ന് പറയുന്നതൊരു വൈരുദ്ധ്യമായി എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത് ഇരുന്നപ്പോൾ തന്നെ ഞാൻ തന്നെയാണോ അധ്യക്ഷനെന്ന് എനിക്ക് എന്നോട് തന്നെ ചോദിക്കേണ്ടി വന്നു. എന്നാൽ അതങ്ങനെ ആയിരിക്കണമെന്ന സെക്രട്ടറി അച്ഛൻ്റെ ഒരു കാരണം, തിരുമേനി ചുമതലയെടുക്കുവാൻ പോകുന്നു. ക്രിസോസ്റ്റമസ് തിരുമേനി ഔദ്യോഗിക ചുമതലയിൽ നിന്ന് വിരമിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും ആ സ്ഥാനത്ത് അധ്യക്ഷനായിരിക്കാനായിട്ട് ഇരുത്തുന്നത് ഉചിതമല്ല എന്നതുകൊണ്ട് അതിൽ എന്നെ തിരഞ്ഞെടുത്തതുള്ള പ്രത്യേക സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഞാനും ഒരർത്ഥത്തിൽ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിൽ, കേരള ഓക്സിലറി എക്സിക്യൂട്ടീവ് അംഗമെന്ന നിലയിൽ വിരമിക്കുകയാണ്. ഞാൻ വിരമിക്കുന്ന സ്ഥാനത്തേക്കാണ് മാത്യു അച്ഛൻ ചുമതലയെടുക്കുന്നത്. ദീർഘമായി ആമുഖങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നദിയിൽ 2 തവണ ഇറങ്ങുവാൻ കഴിയുകയില്ല എന്ന് വായിച്ചിട്ടുണ്ട്. കാരണം നദിയിലെ വെള്ളത്തിന് മാറ്റം സംഭവിക്കുന്നു. നാം രണ്ടാമതിറങ്ങുന്നത് ആദ്യത്തെ നദിയിലേക്കല്ല. നദികൾ മാത്രമല്ല, നമ്മളും അനുനിമിഷം മാറുന്നുണ്ട് എന്നത് അറിയുകയാണ്. നദിയുടെ പേരിന് മാറ്റം വരുന്നില്ല, പക്ഷേ നദി മാറുന്നു എന്നതാണ് വസ്തുത. പുതിയ പുതിയ ജലതന്മാത്രകൾ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്.
നദി മാത്രമല്ല, ഈ പ്രപഞ്ചം തന്നെ മാറുകയാണ്. 21-ാം നൂറ്റാണ്ടിനെ കുറിച്ച് ഒരു എഴുത്തുകാരൻ 1928 ആൽവിൻ ടോഫ്ലർ എന്ന ഗ്രന്ഥകാരൻ കുറിച്ചിട്ടത് പ്രകാരമാണ്. 21-ാം നൂറ്റാണ്ടിനെ കുറിച്ച് പറയുന്ന 21-ാം നൂറ്റാണ്ടിൽ നിരക്ഷരർ, എഴുതാനോ വായിക്കാനോ അറിയാത്തവർ ഉണ്ടായിരിക്കുകയില്ല. പഠിക്കാനും പഠിച്ചത് മറക്കാനും വീണ്ടും പഠിക്കാൻ കഴിയാത്തവരുമായിരിക്കും എന്നാണ് അദ്ദേഹം കുറിച്ചിട്ടത്. പഠിച്ചത് മറക്കാനും പഠിക്കാനും വീണ്ടും പഠിക്കാൻ കഴിയാത്തവരുമായ ഒരു സമൂഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കുറിച്ചിട്ടതാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അദ്ദേഹം കുറിച്ചിട്ടത് മറ്റൊരു വിധത്തിലാണ്. നിങ്ങളെന്നാണാവോ മാറ്റം അവസാനിപ്പിക്കുന്നത്, അന്ന് നിങ്ങളും അവസാനിക്കും എന്നതാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവവചനത്തിൻ്റെ കൈക്കാരരായി ദൈവം വിളിച്ചൊരു സമൂഹമാണ് വേദപുസ്തക സമൂഹം. ഇത് തലമുറകളിലൂടെ പകരപ്പെട്ടതാണ്. ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് 70 വർഷം കഴിയുമ്പോൾ 68 വർഷം പൂർത്തിയാകുന്ന ഒരു പ്രസ്ഥാനമാണ് നിലനിന്ന് പോകുന്നത്. എത്രയോ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് ആരംഭിച്ച് അവസാനിച്ചപ്പോൾ ഇത്രയും സഭാ വിഭാഗങ്ങളെ ഒരു ചിറകിൻ്റെ കീഴിൽ ചേർത്തിണക്കി ഇത്ര വലിയൊരു എക്യുമെനിക്കൽ പ്രസ്ഥാനം മറ്റൊന്നുമില്ല എന്നത് നമ്മൾ വിസ്മരിക്കരുത്. അതുകൊണ്ട് അത്തരത്തിൽ എല്ലാ സഭാ വിഭാഗങ്ങളെയും നയിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ തണലിൽ ഒത്തുചേരുവാൻ കഴിയുക എന്നതാണ് നമ്മുടെ ദൗത്യം. അതിന് മുൻനിരയിൽ നിന്ന് നയിക്കുവാൻ ഔദ്യോഗികമായി യാതൊരു വിധമായ തെരഞ്ഞെടുപ്പുകളോ ബാലറ്റുകളോ ഇല്ലാത്ത ഒരു നിയോഗം, അതാണ് നിയോഗം. ദൈവത്തിൻ്റെ നിയോഗം അതാണ്. ഇവിടെ ഒരു നോമിനേഷൻ ബോർഡുണ്ട്. അതിൽ അശക്തരായ ഞങ്ങളെപ്പോലൊരു 4-5 പേരാണ്. ആ തീരുമാനമെടുക്കുമ്പോൾ വളരെ പ്രാർത്ഥിച്ചിട്ടാണ് പലയിടങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ഈ ആരായിരിക്കണം അടുത്ത പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഈ തീരുമാനമെടുക്കുന്ന സമയം ഞാൻ മറ്റൊരു സ്ഥലത്താണ്. അതിൻ്റെ അംഗങ്ങളെല്ലാം പലയിടത്തിരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവരവരുടെ സ്വതന്ത്രമായ അഭിപ്രായം പറയുക എന്നുള്ളതായിരുന്നു. ആ അഭിപ്രായം പറയുന്നതിന് മുൻപ് ഒന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, നിൻ്റെ വചനത്തെ ഗൗരവമായി എടുക്കുന്ന ആളുകൾ ഇതിൻ്റെ ചുമതലാ സ്ഥാനങ്ങളിൽ വരണം. പ്രാർത്ഥിച്ചു. സിസ്റ്റൈൻ ചാപ്പലിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ ഒത്തുചേർന്ന ആർച്ച് ബിഷപ്പുമാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല മാർ ക്ലീമീസ് തിരുമേനി കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തൻ്റെ അരികിലിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹം മാർപ്പാപ്പയാകുമെന്ന് ഞാൻ കരുതിയില്ല, എൻ്റെ അടുത്തിരുന്നയാളായിരുന്നല്ലോ എന്ന് ആ പേര് പ്രസ്താവിച്ചപ്പോഴാണ് 2-3 ദിവസത്തെ നിരന്തര പ്രാർത്ഥനയുള്ള പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊടുത്ത ആ പേര് പുറത്ത് വെള്ളപ്പുകയായി പുറത്ത് ജനമറിയുമ്പോൾ അദ്ദേഹം ആഹ്ലാദഭരിതനായി അല്ല, അദ്ദേഹം പറയുകയായിരുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഇറങ്ങി വരുന്നുവെന്ന് ഞാൻ അറിഞ്ഞു എന്നത്. ഈ വചനം കൈകളിലെടുത്ത് ഈ ലോകത്തെ ഗൗരവമായി എടുക്കുവാൻ, ഇനി വചനമാണ് ഈ ലോകത്തെ നയിക്കേണ്ടത് എന്ന ആ വലിയ ലക്ഷ്യത്തോടുകൂടെ വിവിധ സഭകളുടെ അമരക്കാരായിരിക്കുന്ന വേദപുസ്തകത്തെ ഗൗരവമായി എടുത്തിട്ടുള്ള നല്ല നേതൃത്വം ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ വന്നു എന്നത് അഭിമാനത്തോടെ ഓർക്കുകയും അഭിമന്യരായ തിരുമേനിമാർക്കും ഇതിൻ്റെ ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്ന മറ്റു ഓഫീസ് ബെയറേഴ്സിനും സ്വർഗത്തിലെ ദൈവം ധാരാളം കൃപകൾ പകരട്ടെ എന്ന് ഈ ചുമതലയെടുക്കുന്ന ഈ ദിവസത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രശസ്ത നോവലിസ്റ്റ് സോമർസെറ്റ് മോം എഴുതി, നമ്മളാരും കഴിഞ്ഞ വർഷത്തെ ആളുകളല്ല, നാം സ്നേഹിക്കുന്നവരും അങ്ങനെ തന്നെ വ്യത്യസ്തരാണ്. മാറിയ നമുക്ക് മാറി വന്നയാളെ തുടർന്നും സ്നേഹിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ആഹ്ലാദകരം.
നമ്മളുടെ ഈ പ്രസ്ഥാനത്തിന് അനുഗ്രഹിത നേതൃത്വം നൽകിയ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, അദ്ദേഹം ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് വരുവാൻ കഴിഞ്ഞില്ല. തിരുമേനിയുടെ സ്തുത്യർഹമായ സേവനം, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ അറിയാതെ കുനിഞ്ഞു പോകും. അത്ര വിനയാന്വിതൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഈ പ്രസ്ഥാനത്തിന് അനുഗ്രഹമായി. നല്ല ഒരു കൈമാറ്റമാണ് നടന്നിരിക്കുന്നത്. 4x400 റിലേയിൽ ബാറ്റൺ താഴെ വീഴാതെ ഓടി രണ്ടാമത്തെ ആളുടെ കയ്യിലെത്തിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു ഓട്ടമായിരിക്കും. ആരും ഉദാസീനതരാകാതെ അവസാന റൗണ്ടിൽ ഓടുന്നയാൾ 3 പേർ ഓടിത്തീർത്തതായ ദൂരത്തെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് വീണ്ടും ഓടേണ്ടത്. ഏറെ ദൂരം നമുക്ക് ഓടുവാനുണ്ട് ഈ തിരുവചനവുമായി. അന്ന് വരെ ഓടുവാൻ കൃപ പകരട്ടെ. മാർത്തോമാ മെത്രാപ്പൊലീത്ത വളരെ ഉത്തരവാദിത്വമുള്ളയാണ്. ഞാൻ ഈ ബോർഡിൽ നിന്ന് നോക്കിയപ്പോൾ ഈ പ്രസ്ഥാനത്തിന് യുഗപ്രഭാവനായ ഡോക്ടർ യൂഹാനോൻ മാർത്തോമാ മെത്രാപ്പൊലീത്തയ്ക്ക് ശേഷം മെത്രാപ്പൊലീത്ത പദവിയിലിരിക്കുന്ന ഒരാൾ രണ്ടാമതായി ചുമതലയെടുക്കുന്നത് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്തയാണ് എന്നാണ് എൻ്റെ അറിവ് ശരിയെങ്കിൽ. ബാക്കി പലരും ചുമതലകൾ എടുത്തിട്ടുണ്ട് വിവിധ സഭകളുടെ. അത്ര ഉത്തരവാദിത്വമുള്ള ഒരു ചുമതല. കാരണം തിരുമേനി വചനത്തെ ഗൗരവമായി എടുക്കുക മാത്രമല്ല, അത് ഗൗരവമായി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നു. അതിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് എന്നതൊന്നും തിരുമേനി കണക്കിടാറില്ല. തൻ്റെ മുന്നിൽ എതിർപ്പുകൾ ഒരിക്കലും അദ്ദേഹത്തിന് തടസ്സമല്ല. ഞാനിന്ന് വായിച്ച ഒരു സംഭവമുണ്ട്. ഈ സുനിത വില്യംസ് ഇപ്പോൾ ബഹിരാകാശത്താണ്. 70 ദിവസത്തെ കാലാവധി മാത്രമുള്ള സ്കൈലൈനിലാണ് അവരവിടെ പോയത്. മടങ്ങി വരാമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. പക്ഷേ അവർ തന്നെ അവരോട് പങ്കുചേർന്ന് പണി പൂർത്തീകരിച്ച ആ ബഹിരാകാശ പേടകം തകരാറിലാണ്. മടങ്ങിവരവ് അത്ര എളുപ്പമല്ല എന്ന് കാണുമ്പോഴും ആ സ്ത്രീ ബഹിരാകാശത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം വില്യം മോർ 2 പേർ അവരവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, പ്രതിസന്ധികൾ എനിക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും. കാരണം ഞാൻ എത്രയോ പ്രതിസന്ധികളെ കടന്നുപോയതാണ്. അവർ പറയുകയാണ്, ഞാൻ മടങ്ങി വരും. അവരുടെ ഭർത്താവ് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഭാര്യ സുനിത മടങ്ങി വരും അടുത്ത വർഷം, സ്വല്പം താമസിക്കും എന്നത് മാത്രം. നമുക്ക് വേണ്ടി വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുവാൻ കഴിയുന്ന ദൈവവചനവും കൈകളിലേന്തിയ ഒരു സമൂഹം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിപ്പോൾ ചുമതലയെടുത്ത ആ വചനം കയ്യിലേറ്റി നടത്തുന്ന അഭിമന്യ തിരുമേനിക്ക് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും നാഷണൽ എക്സിക്യൂട്ടീവിൻ്റെ പേരിലും എല്ലാവിധമായ പ്രാർത്ഥന ആശംസകൾ നേരുന്നു. ദൈവം തമ്പുരാൻ അഭിമന്യ തിരുമേനിയെ വചനത്താൽ ശക്തീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുന്നു. ഫ്രാൻസിസ് തിരുമേനിയെ ഞാൻ അടുത്ത സമയത്താണ് പരിചയപ്പെട്ടത്. തിരുമേനി എന്നെ ഒരു കൺവെൻഷന് വേണ്ടി മേലുകാവ് ഡയസിസിൽ വിളിച്ചു. അങ്ങനെയാണ് തിരുമേനിയോടൊപ്പം അവിടെ ഒരു ദിവസം ചിലവിടാൻ കഴിഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുമേനിയുടെ ആ ഒരു ശുശ്രൂഷയും തീർത്തും അദ്ദേഹം തന്നെയാണ് ഈ സ്ഥാനത്തേക്ക് വരേണ്ടതെന്ന് ഒരാത്മനിയോഗം തന്നെയായിരുന്നു. തിരുമേനി വളരെ ശാന്തനാണ്. ഇപ്പോൾ അല്പം മുമ്പ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഈ ബൈബിൾ സൊസൈറ്റിയുടെ പഴയ ഒരു സെക്രട്ടറിയാണ് TV തോമസ് അച്ഛൻ. വളരെ സൗമ്യനും വളരെ കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കുകയും ചെയ്തിരുന്ന ഒരു സെക്രട്ടറി ആയിരുന്നു. തിരുമേനിയോട് നമ്മുടെ പി ചെറിയാൻ സാറ് പറയുകയായിരുന്നു, വളരെ ശാന്തമായി സംസാരിക്കുന്ന ശബ്ദമാണ് തിരുമേനിക്കുള്ളത്. അതുകൊണ്ട് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും നല്ല ജോഡിയാണ്. ഈ വചന വിതരണത്തിന് പറ്റിയതാണ്. ദൈവം തിരഞ്ഞെടുത്തവരാണിവർ. പ്രിയപ്പെട്ട തിരുമേനിക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനയും അറിയിക്കുന്നു. നമ്മുടെ ജേക്കബ് ജോൺ സാറ് 9 വർഷം ഇപ്പോഴും ചെറുപ്പമാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നാൽ മനസ്സങ്ങനെ തന്നെയാണ്. ഈ ബൈബിൾ സൊസൈറ്റി ഹൃദ്യമായി ഹൃദയത്തിലേറ്റുന്ന പ്രിയപ്പെട്ട സാറിൻ്റെ
ധന്യമായ ജീവിതത്തെയും ശുശ്രൂഷകളെയും നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹം വിരമിക്കുന്നില്ല എങ്കിൽ വിരമിച്ച് ഔദ്യോഗികമായി ചുമതലപ്പെടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് അദ്ദേഹം എപ്പോഴും ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായിരുന്നു. നല്ല സേവനങ്ങളെ ബൈബിൾ സൊസൈറ്റി വളരെ നന്ദിയോടെ ഓർക്കുന്നു. കൂടുതൽ ബലത്തോടെ സാറിനെ ദൈവം കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൽസ്ഥാനത്തേക്ക് എന്തുകൊണ്ടാണെന്നറിയത്തില്ല, മെത്രാപ്പൊലീത്ത തിരുമേനിക്കറിയില്ലായിരുന്നു ഇന്ന് ജനിച്ച ഒരാളിനെ തന്നെ വേണം ഇതിൻ്റെ ട്രഷറായി എടുക്കേണ്ടതെന്ന്. ഈ ഡേറ്റ് മെത്രാപ്പൊലീത്ത തിരുമേനി കുറിച്ചിടുമ്പോൾ ആരും അറിഞ്ഞിരുന്ന ഇങ്ങനെ ഒരാൾ ഇന്ന് ജനിച്ചിട്ടുണ്ട് എന്ന്. ആ തിരഞ്ഞെടുപ്പും ദൈവീകമായൊരു തിരഞ്ഞെടുപ്പാണ്. പ്രിയപ്പെട്ട സാബു സാർ, ഞാൻ ഈ സാബു സാറിനെ കുറിച്ച് ഇവർ നോമിനേഷൻ കമ്മിറ്റിയിൽ ചർച്ചയൊക്കെ വന്നപ്പോൾ എനിക്ക് ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയാസമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നാണ് രാജാനോട് പറയുന്നത്, നേരത്തെ പറയേണ്ടായിരുന്നു, ആനി ടീച്ചറുടെ ഭർത്താവായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യയാണ് ടീച്ചറെന്ന്. അങ്ങനെ പറയുവാൻ കാരണം ഈ സ്കൂളിൻ്റെ MT സ്കൂളിൻ്റെ ആ പ്രൈമറി വിഭാഗത്തെ ഉയർത്തിയെടുത്ത, നിശബ്ദമായി അതിൻ്റെ നിലവാരം ഉയർത്തിയ ഒരാളുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ കൂടെ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനതിൻ്റെ വൈസ് പ്രസിഡൻ്റായി ഇവിടെ ഇരിക്കുന്ന സമയത്ത് കൂടെ നിന്ന് എല്ലാറ്റിനും നേതൃത്വം കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈസ് ദ റൈറ്റ് ചോയ്സ്. ഈ സ്ഥാനത്തേക്ക് സാബു സാറ് വന്നതിനും പ്രത്യേകിച്ചും ഇന്ന് ഈ പിറന്നാൾ ദിനത്തിൽ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ വളരെ സന്തോഷം. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അഭിമന്യ തിരുമേനിമാരുടെ എല്ലാവരുടെയും ആശംസകളും ഈ ദിവസം അറിയിക്കുകയും ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മൈ ഗോഡ് ബ്ലെസ് യു ഓൾ. വാക്കുകൾ ചുരുക്കട്ടെ. ഈ ശുശ്രൂഷയിൽ ഭാഗമായി തീരുവാൻ നമുക്കെല്ലാവർക്കും കൂടെ വളരെ ഓഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്യാതറിങ്ങാണ്. ഉത്തരവാദിത്വപ്പെട്ടവർ ചേർന്ന ഈ ഗ്യാതറിങ്ങിൽ ദൈവം നമ്മളെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അച്ഛാ. അടുത്തതായിട്ട് 2 ആശംസ പ്രസംഗങ്ങൾ കൂടിയാണുള്ളത്. വളരെ ചുരുങ്ങിയ വാക്കിൽ ഉള്ള ആശംസകളാണ്. ആദ്യമായിട്ട് ഏറ്റവും സ്നേഹമുള്ള ഫാദർ ഡോക്ടർ റെജി മാത്യു അച്ഛൻ, ബൈബിൾ സൊസൈറ്റിയുടെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പറും സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് സഭയുടെ ഇരുവപേരൂർ സഭയുടെ വികാരിയുമായിരിക്കുന്ന മുൻ KCC സെക്രട്ടറിയും ഒക്കെ ആയിട്ട് വ്യത്യസ്ത നിലകളിൽ ഇന്ന് ശുശ്രൂഷകൾ നിർവഹിച്ച റെജി അച്ഛൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡൻറ്റും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പ്രധാന അധ്യക്ഷനുമായ അഭിനന്ദനായ മെത്രാപ്പൊലീത്ത തിരുമേനി, വൈസ് പ്രസിഡൻ്റായി നിയോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അഭിനന്ദന ഫ്രാൻസിസ് തിരുമേനി, ഇന്ന് ചുമതലയിൽ നിന്ന് സ്ഥാനമൊഴിയുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് ജോൺ സാർ, പുതിയ ട്രഷററായി നിയോഗിതനായിരിക്കുന്ന ഡോക്ടർ സാബു ടി തോമസ്, ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനും വളരെ മനോഹരമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിലൂടെ ഈ മീറ്റിങ്ങിൻ്റെ ഗൗരവവും പരിശുദ്ധിയും ദൈവനടത്തിപ്പും എല്ലാം വ്യക്തമാക്കിയ എൻ്റെ പ്രിയ സ്നേഹിതനായ ബെരി റവൻ KY ജേക്കബ് അച്ഛൻ, ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറിയുടെ ചുവചുവക്കുള്ള ജനറൽ സെക്രട്ടറി വന്യനായ ജേക്കബ് ആൻ്റണി കൂടത്തിങ്കൽ അച്ഛൻ, മറ്റ് സഹോദര വൈദികരെ, സ്നേഹിതരെ, സഹോദരങ്ങളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ വളരെ അർത്ഥവത്തായി എന്നാൽ ബഹളങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു എക്യുമെനിക്കൽ പ്രസ്ഥാനമാണ് ബൈബിൾ സൊസൈറ്റിയുടെ കേരള ഓക്സിലറി. സഭകളെയെല്ലാം ഒന്നിപ്പിച്ചു നിർത്തി തിരുവചനത്തിൻ്റെ പ്രസക്തി ലോകത്തിന് വിളിച്ചോതുവാനും അനേകരെ തിരുവചനം വായിപ്പിക്കുവാൻ തക്കവണ്ണം പ്രചോദിപ്പിക്കുവാനുമൊക്കെ വളരെ സൗമ്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണല്ലോ
70ഓളം വർഷങ്ങൾ പിന്നിടുന്ന കേരള ഓക്സിലറി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ കണ്ട ഒരു വലിയ പ്രത്യേകത, വിവിധ സഭകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ദൈവവചനം എന്ന് പറയുന്ന മാറ്റമില്ലാത്ത സത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കൈകോർത്ത് പരസ്പരം ബഹുമാനിച്ചും കരുതിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ്. പുതിയ നിയമത്തിൽ നമുക്ക് 4 സുവിശേഷങ്ങൾ എന്തിനാണ് എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. ഒരു സുവിശേഷം പോരായിരുന്നോ? എന്തിനാണ് ഈ 4 സുവിശേഷങ്ങൾ? നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച്, ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള 4 വൈവിധ്യങ്ങൾ നിറഞ്ഞ സുവിശേഷങ്ങൾ ബൈബിളിലുണ്ടെങ്കിൽ ആദിമ നൂറ്റാണ്ടിൽ തന്നെ പ്രാദേശികമായും സാംസ്കാരികമായും വ്യത്യസ്തമായി ദൈവത്തെ നിരീക്ഷിച്ച യേശുക്രിസ്തുവിനെ കണ്ട സഭകളുണ്ടായിരുന്നു എന്ന് വേണം നാം വിശ്വസിക്കുവാൻ. ആ 4 സുവിശേഷങ്ങളെയും ഒരുമിപ്പിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു തമ്പുരാനാണ്. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവുമുള്ളവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പഴയ നിയമമായിരുന്നാലും പുതിയ നിയമമായിരുന്നാലും നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലേക്കുള്ള ചൂണ്ടുപലകകളാണ് അതിൽ കുറിച്ചു വച്ചിരിക്കുന്ന അക്ഷരങ്ങൾ എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഈ ഭാരതത്തിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഉള്ള ഈ ഭാരതത്തിൽ, ഈ മലയാളികളുടെ മണ്ണിൽ അതിനെ സാക്ഷിക്കുവാൻ തക്കവണ്ണം നാം ഏവരും വിളിക്കപ്പെട്ടവരാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് പത്മോസ് ദ്വീപിന് ഏകനായിരിക്കുന്ന യോഹന്നാന് നൽകുമ്പോൾ അതിൻ്റെ അർത്ഥ വ്യാപ്തിയെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അത് സ്വീകരിക്കുന്ന ആളുകൾ വാഴ്ത്തപ്പെട്ടവരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അത് ലോകത്തെ അറിയിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന്. അത്തരത്തിൽ വളരെ ഉത്തരവാദിത്വമുള്ള ഒരു സംഘമാണ് ബൈബിൾ സൊസൈറ്റിയുടെ കേരള ഓക്സിലറി ബോർഡിൽ ഉള്ളത്. കഴിഞ്ഞ ഏറെക്കാലമായി 7 വർഷക്കാലം പ്രസിഡൻ്റായും വൈസ് പ്രസിഡൻ്റായും സേവനമനുഷ്ഠിച്ച അഭിമന്യനായ ഡോക്ടർ യോഹാൻ മാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പോലീത്ത തിരുമേനി, അതുപോലെ CSI സഭയുടെ അഭിമന്യനായ ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനി, എനിക്ക് വളരെ അടുപ്പമുള്ള 2 പ്രധാന അധ്യക്ഷന്മാരാണ്. അവരുടെ കഴിഞ്ഞ 7 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഈ ബൈബിൾ സൊസൈറ്റിക്ക് ഊർജം പകർന്നതായിരുന്നു എന്നുള്ളത് ആവർത്തിച്ച് ഇവിടെ വരുമ്പോഴെല്ലാം ഓർക്കുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും പ്രസിഡൻ്റായിരുന്ന അഭിമന്യനായ ക്രിസോസ്റ്റമസ് തിരുമേനി കേരളത്തിലെ എക്യുമെനിക്കൽ വേദികളിൽ എന്നും അറിയപ്പെടുന്ന ഒരാളാണ്. പുതുതായി TLCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ വിവിധ തലങ്ങളിൽ മലയാളി സഭകളെ കോർത്തിണക്കുന്ന ആ പിതാവ് 7 വർഷക്കാലം സേവനമനുഷ്ഠിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഉമ്മൻ ജോർജ് തിരുമേനിയുടെ പുഞ്ചിരിയോടെയുള്ള സംഭാഷണ ശൈലി, ഏത് സാഹചര്യത്തോടും പെട്ടെന്ന് പൊരുത്തപ്പെടുവാനുള്ള മനസ്സിൻ്റെ ഒരുക്കം, അതൊക്കെയും വളരെ സ്വാഗതാർഹമായ സംഗതികളായിരുന്നു. അദ്ദേഹത്തെയും നന്ദിയോടെ ഓർക്കുന്നു. ജേക്കബ് ജോൺ സാറ് 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടിട്ടും യൗവനത്തിൻ്റെ പ്രസരിപ്പോടെ നമ്മെ നയിക്കുന്ന ഒരു പിതാവാണ് എന്ന് തന്നെ പറയാം. നാം ഇരിക്കുന്ന ഈ കെട്ടിടം, ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ
വന്യനായ മാത്യൂസ് കറിയാച്ചനോട് ചേർന്ന് നിന്നുകൊണ്ട് ഓരോ പൈസയും വളരെ ഉത്തരവാദിത്വത്തോടെ ചെലവഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കോട്ടയം പട്ടണത്തിൽ തലയെടുപ്പോടെ ഈ കെട്ടിടം നിലകൊള്ളുന്നത്, അതിൻ്റെ പുറവും അകവും അതിൻ്റെ സൗന്ദര്യം കാത്തിരിക്കുന്നത് എന്നുള്ളത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജേക്കബ് ജോൺ സാറിൻ്റെ സേവനത്തെയും ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. പുതിയ പ്രസിഡൻ്റായി വന്നിരിക്കുന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പ്രധാന അധ്യക്ഷനായ മെത്രാപ്പോലീത്ത തിരുമേനി 1973 കശീശയായും 1989 എപ്പിസ്കോപ്പയായും 2020 മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ മെത്രാപ്പോലീത്തയായും സ്ഥാനമേറ്റ നമ്മുടെ ഇടയിലെ വളരെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന വലിയൊരു പിതാവാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സൗമ്യമായ പെരുമാറ്റങ്ങളിലൂടെ, എന്നാൽ ചിട്ടയായ ചിന്തകളിലൂടെ, പ്രവർത്തിക്കേണ്ട സമയത്ത് ഉചിതമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന മെത്രാപ്പോലീത്ത തിരുമേനി ഈ പ്രസ്ഥാനത്തിന് പുതിയൊരു ദിശാബോധം നൽകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മെത്രാപ്പോലീത്ത തിരുമേനിയെ വളരെ ഹാർദവമായി, പ്രത്യേകിച്ചും ഓർത്തഡോക്സ് സഭയുടെ അഭിനന്ദനങ്ങൾ കൂടെ ചേർത്തുകൊണ്ട് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഫ്രാൻസിസ് തിരുമേനിയെപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ, അധികം തിരുമേനിയുമായിട്ട് ഇടപെട്ടിട്ടില്ല. എങ്കിലും ഇവിടെ പറയപ്പെട്ടതുപോലെ സൗമ്യമായ സാന്നിധ്യത്തിലൂടെ, സൗമ്യമായ പ്രഭാഷണങ്ങളിലൂടെ, പ്രാർത്ഥനാ ജീവിതത്തിലൂടെയൊക്കെ ഇതിനെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ഒരു പിതാവാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സഭയെയും ഒക്കെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ സാബു ടി തോമസ് സാർ ഒരു അധ്യാപകനായും പ്രഭാഷകനായും മിഷനറിയായും അതിലൊക്കെ ഏറെ നല്ലൊരു ക്രൈസ്തവ വിശ്വാസിയായി, തിരുവചനത്തിൻ്റെ ഉത്തമ സാക്ഷിയായി നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. ജേക്കബ് ജോൺ സാറിൻ്റെ ആ പാത പിൻപറ്റി ഈ പ്രസ്ഥാനത്തെ നയിക്കുവാൻ തക്കവണ്ണം പ്രാപ്തനാണെന്ന് ദൈവം നിശ്ചയിച്ചതാണ്. ഇവിടെ കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയോട് ചേർന്ന് ജേക്കബ് ജോൺ സാറിൻ്റെ ഒക്കെ പ്രവർത്തന ഫലമായി, യൂണിറ്റുകളുടെ പ്രവർത്തന ഫലമായി 2 കോടി രൂപയിലധികം സാധാരണപ്പെട്ട ആളുകളിൽ നിന്ന് വിഭവ സമാഹരണം നടത്തി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയെ അതിൻ്റെ പുരോഗമന പാതയിലേക്ക് നയിക്കുവാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായ ഒരു കാര്യമല്ല. അത്ര പ്രധാനപ്പെട്ട ഒരു ദൗത്യം പ്രിയപ്പെട്ട സാബു സാറിനെ ദൈവം ഏൽപ്പിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സാറിന് ജന്മദിന ആശംസകളോടെ എല്ലാ ആശംസകളും നേരുകയാണ്. പ്രിയപ്പെട്ട ജേക്കബ് ആൻ്റണി കൂടത്തിങ്കൽ അച്ഛൻ ഓടി നടക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ്. ഇത്രയധികം യൂണിറ്റുകൾ സന്ദർശിച്ചിട്ടുള്ള ജനറൽ സെക്രട്ടറിമാർ ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച്, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാവരെയും മാനിച്ച് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന ജനറൽ സെക്രട്ടറി അച്ഛൻ പുതുതായി ചുമതലയേറ്റതല്ലെങ്കിലും ടീം പുതുതായി ചുമതലയേൽക്കുമ്പോൾ അച്ഛനെയും ഈ കൂട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. ഓക്സിലറി കമ്മിറ്റിയിൽ നിന്ന് മാറുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും. ഞങ്ങൾക്കൊക്കെ ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പുതുതായി ഓക്സിലറി കമ്മിറ്റിയിലേക്ക് വരുന്ന മാത്യു ജോൺ അച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച് ഡിയർ അച്ഛൻ. അടുത്തതായിട്ട് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള റവറൻഡ് ഡോക്ടർ VS വർഗീസ് അച്ഛൻ, ഓക്സിലറി കമ്മിറ്റി അംഗവും പ്രിൻസിപ്പൽ മാർത്തോമാ തിയോളജിക്കൽ സെമിനാരി കോട്ടയം. ഏറ്റവും സ്നേഹവും ആദരവുമുള്ള മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, ആദരണീയനായ VS ഫ്രാൻസിസ് തിരുമേനി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വലിയ റവറൻഡ് KY ജേക്കബ് അച്ഛൻ, വേദിയിലും സദസ്സിലുമുള്ള
പ്രിയപ്പെട്ട അച്ഛന്മാരെ, സഭാശുശ്രൂഷകരെ, സഹോദരരെ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ പുതിയ സാരഥികളായി ചുമതലയേൽക്കുന്ന അഭിവന്യ മാർത്തോമ്മ മെത്രാപ്പൊലീത്ത തിരുമേനിക്കും VS ഫ്രാൻസിസ് തിരുമേനിക്കും ട്രഷറർ ഡോക്ടർ സാബു ടി തോമസ് സാറിനും സ്വാഗതമരുളുകയും അതുപോലെ കഴിഞ്ഞ 7 വർഷത്തിലധികമായി ഈ ശുശ്രൂഷയിൽ ഈ സ്ഥാപനത്തെ മുൻപോട്ട് നയിച്ച അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമേനിയോടും ഉമ്മൻ ജോർജ് തിരുമേനിയോടും ജേക്കബ് ജോൺ സാറിനോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുവാൻ കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നീണ്ട വാക്കുകളെക്കാൾ ഉപരി ഇവിടെ ഹൃദയം കൊണ്ടുള്ള നന്ദിയും സ്വാഗതവും ആശംസിക്കുന്ന ഈ അവസരത്തിൽ ഈ ധന്യമായ നേതൃത്വം നൽകിയ അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമേനിയുടെ ശുശ്രൂഷയെയും ഉമ്മൻ ജോർജ് തിരുമേനിയുടെ ശുശ്രൂഷയെയും ജേക്കബ് ജോൺ സാറിൻ്റെ ശുശ്രൂഷയെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ പ്രസ്ഥാനത്തിൻ്റെയും ചലനാത്മകത അതിന് നേതൃത്വം നൽകുന്നവരുടെ വിശ്വാസ ധൈര്യത്തെ അടിസ്ഥാനമാക്കിയാണ്. ചിലപ്പോൾ വലിയ ദർശനത്തോടെ ആരംഭിക്കുന്ന പ്രസ്ഥാനങ്ങൾ സ്മാരകങ്ങളായി മാറാം. മിഷൻ പഠനത്തിൽ 3 വാക്കുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കും: മിഷൻ, മൂവ്മെൻറ്റ്, മോണ്യുമെൻറ്റ്. ചില ദർശനങ്ങൾ, ചില ദൗത്യങ്ങൾ അത് ചലനാത്മകമാക്കും. കുറേ കഴിയുമ്പോൾ ചലനാത്മകത നഷ്ടപ്പെട്ട് സ്മാരകങ്ങളായി മാറും. ആ സ്മാരകങ്ങളാകുമ്പോൾ പിന്നെ പുറമേയുള്ള മോടി പിടിപ്പിക്കലുകൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞയാഴ്ച മർത്തമസ്വയുടെ ലക്ഷണറി അനുസരിച്ച് വായിച്ച വേദഭാഗത്ത് പറയുന്നത് വെള്ളതേച്ച ശവക്കല്ലറകൾ പോലെയൊക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് സ്ഥാപനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഒരു അപജയമാണ്. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ അപജയപ്പെടുന്ന ഒരിടത്താണ് 68 വർഷമായി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ലോകത്തിന് കൊടുത്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിൻ്റെ ശുശ്രൂഷ നിറവേറ്റുന്നത്. ആ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവരുടെ ധന്യമായ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനെ ചലനാത്മകമായി നിർത്തിയത് അവരുടെ വിശ്വാസത്തിൻ്റെ ധൈര്യമാണ്, അവരുടെ നിശ്ചയദാർഢ്യമാണ്, അവരുടെ മടുപ്പില്ലാത്ത വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളും വചനത്തോടുള്ള ആർത്തിയും വചനം പങ്കിടുവാനുള്ള വ്യഗ്രതയുമാണ്. ആ തലത്തിൽ കഴിഞ്ഞ 9 വർഷങ്ങൾ നേതൃത്വം നൽകിയ ക്രിസോസ്റ്റമോസ് തിരുമേനിയോടും ഉമ്മൻ ജോർജ് തിരുമേനിയോടും ജേക്കബ് ജോൺ സാറിനോടുമുള്ള നന്ദി കേരള ഓക്സിലറി കമ്മിറ്റിയുടെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഈ സമയത്ത് ഞാൻ അർപ്പിക്കട്ടെ. തുടർന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ തിഡോഷ്യസ് മാർത്തോമ്മ മെത്രാപ്പൊലീത്ത തിരുമേനി ചലനാത്മകത കൊണ്ട്, വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ട്, വചനത്തിൻ്റെ വ്യാഖ്യാനത്തിനും ആ വ്യാഖ്യാനത്തിനപ്പുറം അതിനെ ജീവിതഗന്ധിയായി മാറ്റുന്നതിനും തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചതുകൊണ്ട്, അതിനുമപ്പുറം കൃത്യതയോടെ താൻ പറയുന്നതും വിശ്വസിക്കുന്നതും പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ സമൂഹത്തിൽ എന്നും മാറ്റങ്ങളുടെ, എന്നും വിശ്വാസ സ്ഥിരതയുടെ പ്രതീകമാണ്. അഭിവന്യ തിരുമേനിയുടെ നേതൃത്വം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിക്ക് പുതിയ ദിശാബോധം നൽകും എന്ന് നമുക്കറിയാം. തിരുമേനി ആ ഒരു പുതിയ ദിശാബോധം നൽകുവാൻ, അനേകർക്ക് വചനം നെഞ്ചോട് ചേർക്കുവാനുള്ള പ്രേരണയായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു. അഭിവന്യ ഫ്രാൻസിസ് തിരുമേനി ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ അധ്യക്ഷനായി, അതോടൊപ്പം തന്നെ കേരളത്തിലെ സീനിയർ CSI ബിഷപ്പായിട്ട് പ്രവർത്തിക്കുന്നു. തിരുമേനിയുടെയും പ്രത്യേകത ഈ വചനത്തോടുള്ള പ്രതിബദ്ധതയാണ്. ഒരു ക്രിസ്തീയ വിശ്വാസിയെ, സഭാ ശുശ്രൂഷകനെ വ്യത്യസ്തതയുള്ളതാക്കുന്നത് വചനത്തോടുള്ള അവൻ്റെ പ്രതിബദ്ധതയാണ്. ആ പ്രതിബദ്ധത തൻ്റെ കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും ബൈബിൾ സൊസൈറ്റിയിലൂടെ കൂടുതൽ അർത്ഥവത്തായിട്ട് നിറവേറ്റുവാൻ പ്രിയപ്പെട്ട ഫ്രാൻസിസ് തിരുമേനിയെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു. സാബു ടി തോമസ് സാറിനെ കുറിച്ച് നമ്മൾ കേട്ടു. ഒരു മിഷണറിയായി, ഒരു തിയോളജിക്കൽ
എഡ്യൂക്കേറ്ററായി, ഒരു ശുശ്രൂഷകനായൊക്കെ സ്തുത്യർഹമായ സേവനങ്ങൾ നിറവേറ്റുകയാണ് സമൂഹത്തിൽ. ഇത് അദ്ദേഹത്തിൻ്റെ പുതിയൊരു ഉത്തരവാദിത്വമാണ്. വചനത്തെ നെഞ്ചോട് ചേർത്ത ഒരു വ്യക്തി ആ വചനത്തിൻ്റെ പങ്കിടലിൽ കൂടുതൽ കാര്യക്ഷമമായി പങ്കെടുക്കുവാൻ ദൈവം കൊടുത്തൊരവസരം, അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുവാൻ ഉണ്ട്. ഈ വചനത്തിൻ്റെ പങ്കിടലിൽ കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കുവാൻ ദൈവം സാറിനെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും നേരുന്നു. ഓക്സിലറി കമ്മിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന എല്ലാ അംഗങ്ങളോടുമുള്ള സ്നേഹവും ആദരവും ഈ സമയത്ത് അറിയിക്കട്ടെ. അതുപോലെ ഈ കമ്മിറ്റിയിലേക്ക് പുതുതായി പ്രവേശിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ദൈവനാമ മഹത്വത്തിനായി വചനത്തിലൂടെ ഈ ലോകത്തിൽ മാറ്റങ്ങളെ വരുത്തുവാൻ, മാറ്റമില്ലാത്ത വചനത്തിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും കരുത്തുള്ളവരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. താങ്ക് യു അച്ഛൻ. അടുത്തതായിട്ട് അഭിമന്യ മോസ്റ്റോൺ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പോലിത്ത തിരുമേനി ഒഴിച്ചുകൂടാനാവാത്ത വളരെ അടിയന്തരമായ ഒരു പ്രോഗ്രാം വന്നതുകൊണ്ട് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല എന്ന് തിരുമേനി അറിയിച്ചു. തിരുമേനിയുടെ അസാന്നിധ്യത്തിലും തിരുമേനിയുടെ സേവനത്തെയും ശുശ്രൂഷയെയും ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആയിട്ട് ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്ത്യ ബൈബിൾ സൊസൈറ്റി ട്രസ്റ്റ് അസോസിയേഷൻ്റെ കമ്മിറ്റി അംഗമായിട്ട് തിരുമേനി തുടർന്നും പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. അഭിമന്യ ഉമ്മൻ ജോർജ് തിരുമേനി നമ്മുടെ മധ്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ സ്നേഹമുള്ള ജേക്കബ് ജോൺ സാറ് നമ്മുടെ മധ്യത്തിൽ 9 വർഷക്കാലം ശുശ്രൂഷ നിർവഹിച്ച് വിരമിക്കുന്ന ജേക്കബ് ജോൺ സാറ് നമ്മളോട് സംസാരിക്കുന്നു. മറുപടി പ്രസംഗം പറയാൻ പ്രധാനപ്പെട്ട ആളുകളൊന്നും സ്ഥലത്തില്ല. അതുകൊണ്ട് ഞാൻ മറുപടി പറയാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഗാധ്യക്ഷൻ എത്രയും ബഹുമാനമുള്ള വെരി റെവറൻറ്റ് KY ജേക്കബ് അച്ഛൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ പ്രസിഡൻറ്റ് അഭിമന്യ മോസ്റ്റ് റെവറൻറ്റ് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ്മ മെത്രാപ്പോലിത്ത, വൈസ് പ്രസിഡൻറ്റ് റൈറ്റ് റെവറൻറ്റ് VI ഫ്രാൻസിസ് തിരുമേനി, ട്രഷറർ ഡോക്ടർ സാബു ടി തോമസ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനമുള്ള അച്ഛന്മാരെ, ഓക്സിലറി കമ്മിറ്റി അംഗങ്ങളെ, എൻ്റെ സഹപ്രവർത്തകരെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന ഞങ്ങളുടെ സേവനങ്ങളെപ്പറ്റി നല്ല വാക്കുകൾ സംസാരിച്ച ഡോക്ടർ റെജി മാത്യു അച്ഛനോടും ഡോക്ടർ VS വറീസ് അച്ഛനോടും ആദ്യമായി ഞാൻ നന്ദി അറിയിക്കുന്നു. 2015 ഓഗസ്റ്റ് മാസം കൊല്ലത്ത് നടന്ന ആനുവൽ മീറ്റിങ്ങിലാണ് ഞാൻ ട്രഷററായി ഇവിടെ സ്ഥാനമേൽക്കുന്നത്. റെവറൻറ്റ് മാത്യൂസ് കറിയ അച്ഛനും ഞാനും ഒരേ വർഷമാണ് ഇവിടെ സേവനം ആരംഭിച്ചത്. അച്ഛൻ മെയ്യിലും ഞാൻ ഓഗസ്റ്റിലും വന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അച്ഛനാണ് എനിക്ക് വേണ്ട ആദ്യകാല നിർദ്ദേശങ്ങൾ തന്നത്. സ്കറിയ അച്ഛൻ്റെ കാലത്താണ് ഈ ഓക്സിലറി ബിൽഡിങ്ങിൻ്റെ റീഫർബിഷ്മെൻറ്റ് നടത്തി ഇത്ര ഭംഗിയാക്കിയത്. അച്ഛനത് വളരെ ആത്മാർത്ഥതയോടും കൃത്യനിഷ്ഠയോടും എല്ലാവരോടുമുള്ള ആലോചനയോടും കൂടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഭംഗിയായി നിർവഹിച്ചു. റീഫർബിഷ്മെൻറ്റിന് ശേഷമാണ് ട്രഷറർക്ക് ഇവിടെ ഒരു ഇരിപ്പിടം സാധ്യമായത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മാത്യൂസ് കറിയ അച്ഛനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഞാനിവിടെ ഇപ്പോൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷവും മിക്ക ദിവസങ്ങളിലും ഞാനിവിടെ വരികയും സഹപ്രവർത്തകരോടൊപ്പം കുറച്ച് സമയം ചിലവിടുകയും ചെയ്തത് ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഇവിടെ വന്നിരുന്ന സമയങ്ങളിലെല്ലാം എല്ലാവരെയും കാണുകയും കുറച്ച് സമയം അവരോടൊപ്പം കുശലപ്രശ്നം നടത്തുകയും ചെയ്തിരുന്നു. എനിക്ക് അവരെ എല്ലാവരെയും വളരെ ഇഷ്ടമാണ്, അവർക്ക് എന്നെയും എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ചെലവഴിച്ച വർഷങ്ങൾ ഒരു ദൈവനിയോഗമായി ഞാൻ കരുതുന്നു. ഈ കാലം അത്രയും ആയുസ്സും ആരോഗ്യവും തന്ന് എന്നെ ഈ വേലയ്ക്ക് പ്രാപ്തനാക്കിയ ദൈവം തമ്പുരാന് 1000 നന്ദി അർപ്പിക്കുന്നു. ഈ കാലയളവിൽ എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ച എല്ലാ കരുതലിനും സ്നേഹത്തിനും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു.
കേരള ഓക്സിലറിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്ന് എന്നെ സഹായിച്ച അഭിവന്യ മോസ്റ്റ് റവറൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്തയോടുള്ള എൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും ഞാനിവിടെ അറിയിക്കുന്നു. എൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നെ സഹായിച്ച കേരള ഓക്സിലറി സെക്രട്ടറിമാരായ റവറൻ മാത്യൂസ് കറിയ അച്ഛനോട്, റവറൻ ജേക്കബ് ആൻ്റണി കൂടത്തിങ്ങൽ അച്ഛനോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയം അറിയിക്കുന്നു. അക്കൗണ്ടിങ്ങിൽ എനിക്ക് സംശയങ്ങളുള്ളപ്പോഴെല്ലാം എന്നെ സഹായിച്ച അക്കൗണ്ടൻ്റായി പ്രവർത്തിക്കുന്ന മിസ്സസ് എലിസബത്ത് വർഗീസിനോടുള്ള എൻ്റെ പ്രത്യേക നന്ദിയും കടപ്പാടും ഞാനിവിടെ അറിയിക്കുകയാണ്. പുതുതായി കേരള ഓക്സിലറിയുടെ സാരഥ്യം ഏറ്റെടുത്ത പ്രസിഡൻറ്റ് മോസ്റ്റ് റെവറൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തയ്ക്കും വൈസ് പ്രസിഡൻറ്റ് റൈറ്റ് റെവറൻ VS ഫ്രാൻസിസ് തിരുമേനിക്കും ട്രഷറർ ഡോക്ടർ സാബു ടി തോമസിനും എല്ലാ പുതിയ ഓക്സിലറി അംഗങ്ങൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം കേരള ഓക്സിലറിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ ഓരോരുത്തർക്കും ദൈവം തമ്പുരാൻ നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥന എനിക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച് ഡിയർ സാർ. ഇപ്പോൾ ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ട് പുതുതായിട്ട് ചുമതലയേറ്റെടുത്ത് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന അഭിനന്ദനായ മോസ്റ്റ് റവറൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി നമ്മളോട് സംസാരിക്കുന്നു. അഭിനന്ദനായ തിരുമേനിയെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, തേനിലും തേങ്കട്ടയിലും മധുരമേറിയതായിട്ടുള്ള ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കാൻ കാരണം ദൈവത്താൽ ദൈവജനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ഈ വേളയിൽ ദൈവത്തിൻ്റെ അനവരതമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആലോചനകൾ, ദൈവികമായുള്ള പരിജ്ഞാനം ദിനംതോറും ലഭിക്കാൻ ഇടയാകട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി തീരുവാൻ ഉണ്ടായിരിക്കണമേ എന്നത് അറിയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 7-9 വർഷങ്ങളിൽ ബൈബിൾ സൊസൈറ്റിയുടെ കേരള ഓക്സിലറി പ്രസിഡൻ്റായിട്ട് ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള ക്രിസോസ്റ്റമോസ് തിരുമേനി, വൈസ് പ്രസിഡൻ്റായിട്ട് ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള ഉമ്മൻ ജോസ് തിരുമേനി, നമ്മളുടെ ട്രഷറായിട്ട് സേവനമനുഷ്ഠിച്ചതായിട്ടുള്ള ജേക്കബ് ജോൺ സാറ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ട് പ്രവർത്തിച്ച എല്ലാ അംഗങ്ങളും എല്ലാവരുടെയും കൂടെ പ്രവർത്തിപ്പാൻ കാരണം ഏതാനും നാളുകളിൽ ഇടയായി തീർന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ശുശ്രൂഷയുടെ തുടർച്ച എന്നുള്ള നിലയിൽ ഈ ശുശ്രൂഷ ഫലകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കാരണം ദൈവം സംഗതിയാക്കട്ടെ എന്നത് ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞ എല്ലാ ആശംസ വാക്കുകൾക്കും എൻ്റെ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജേക്കബ് ആൻ്റണി അച്ഛൻ സെക്രട്ടറിയായിട്ട് ഇരിക്കുന്ന അവസരത്തിലും നമ്മളുടെ സാബുജി ഇന്ന് ജന്മദിനം കൊണ്ടാടുന്നതായിട്ടുള്ള പുതിയ ട്രഷറായിട്ട് ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതായുള്ള വേളയിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളോട് ചേർന്ന് ഫ്രാൻസിസ് തിരുമേനോട് ചേർന്നും ഒക്കെ നന്നായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം സംഗതിയാക്കും എന്നുള്ളതായുള്ള ഉറപ്പുണ്ട്. ദൂരത്തു നിന്നാണെങ്കിലും പ്രിയപ്പെട്ട ഫ്രാൻസിസ് തിരുമേനി എല്ലാ മീറ്റിങ്ങിലും വന്ന് സംബന്ധിക്കും എന്നത് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ബൈബിൾ സൊസൈറ്റിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള സ്റ്റാഫ് അംഗങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനവും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായുള്ള ശുശ്രൂഷ ചുമതലയോടും ഉത്തരവാദിത്തോടും കൊണ്ട് നിറവേറ്റുവാനായിട്ടുള്ള പ്രതിബദ്ധതയും സമർപ്പണവും
ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ പ്രവർത്തനങ്ങൾക്ക് ഏറെ ആവശ്യമാണ് എന്നത് ഓർമ്മിപ്പിക്കട്ടെ. മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ ഏറെ സംസാരിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. അതിൻ്റെ മൂലഭാഷ എന്നുള്ള പരിഭാഷകൾ നിർവഹിക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ തീർച്ചയായിട്ടും വാക്കുകൾക്ക്, അർത്ഥങ്ങൾക്ക് ഒക്കെ മാറ്റം സംഭവിക്കും എന്നത് നാം വിസ്മരിക്കുകയും ചെയ്യരുത്. ഇന്ന് വളരെയേറെ യുവജനങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന അവസരത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമൂഹത്തിൽ വയോധികരായിട്ടുള്ള കുറേ ആളുകളും ശിശുക്കളായിട്ടുള്ള കുറേ ആളുകളുമാണ് നമുക്ക് വരുന്ന ആളുകളിൽ അഭിമുഖീകരിക്കാനായിട്ട് ലഭിക്കുന്നതായിട്ടുള്ള സമൂഹം എന്ന് പറയുന്നത്. തങ്ങളുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ മറവിയും ജീവിതത്തിൻ്റെ ബലഹീനതകളും ഒക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള അവസരത്തിലും ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഒരു നല്ല പങ്കാളുകളുണ്ട് എന്നത് ഓർക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഇടയിലുള്ള ശുശ്രൂഷ ഫലകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാണ്ടൊക്കെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറി ശക്തമാണ് എന്നത് ഞാൻ ഇത്ര നല്ല ഓർക്കുന്നു. നമ്മുടെ ശിശുക്കളെ ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നത് ഈ കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ വേൾഡിലേക്കൊക്കെ പ്രവേശിക്കുകയും മൊബൈൽ ഫോൺ ധാരാളമായിട്ടൊക്കെ ഉപയോഗിക്കുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലേക്കൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് പ്രവേശിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ വേദപുസ്തകത്തെ 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമായിട്ട് സ്വീകരിക്കുവാൻ നമ്മളുടെ കുഞ്ഞുങ്ങൾ ഏറെ പരിശീലിപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കും വിവിധ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും സാധ്യമായിട്ട് തീരട്ടെ എന്നത് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ ഇന്നത്തെ ഈ യോഗം 40-45 മിനിറ്റ് കൊണ്ടൊക്കെ അവസാനിക്കുമെന്നാണ് ജേക്കബ് ആൻ്റണി അച്ഛൻ സ്വാഗതം പറഞ്ഞ അവസരത്തിൽ സൂചിപ്പിച്ചത്. വാക്കുകളേക്കാൾ പ്രവൃത്തിയാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുന്നതായുള്ള ഈ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇനിയുള്ളവരും കൊണ്ട് പറയുന്നത് നമുക്ക് കേൾക്കുവാനായിട്ടുണ്ട്. അവർക്കും ആശംസകൾ നേരുന്നതിനായിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ ഇടയിൽ ജന്മദിനം കൊണ്ടാടുന്നതായുള്ള സാബുറ്റിക്ക് ഒരിക്കൽ കൂടി ജന്മദിന ആശംസകൾ അറിയിച്ചുകൊണ്ടും നമ്മളുടെ കേരള ബൈബിൾ സൊസൈറ്റിയുടെ കേരള ഓക്സിലറി ഏറ്റവും അനുഗ്രഹീതമായുള്ള രീതിയിൽ പ്രവർത്തിപ്പാൻ സർവശക്തനായിട്ടുള്ള ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാ സ്നേഹ ആദരവുകൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് തിരുമേനി. അടുത്തതായിട്ട് അഭിനന്ദനായ റൈറ്റർ ഓൺ BS ഫ്രാൻസിസ് തിരുമേനി നമ്മളോട് സംസാരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിനന്ദ പ്രസിഡന്റ് തിരുമേനി, നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ സ്ഥലമുള്ള KY മാത്യച്ചൻ, ജേക്കബ് അച്ഛൻ, കഴിഞ്ഞ വർഷങ്ങളിൽ, മുൻ വർഷങ്ങളിൽ നമുക്ക് വളരെ ശക്തമായ നേതൃത്വം നൽകി വിരമിക്കുന്ന ബഹുമാനപ്പെട്ട അഭിനന്ദ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, പുതുതായി ചുമതല ഏൽക്കുന്ന ഓഫീസേഴ്സ്, അതോടൊപ്പം പ്രിയങ്കരനായ ജേക്കബ് ആൻ്റണി അച്ഛൻ സെക്രട്ടറി, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ബൈബിൾ സൊസൈറ്റി ഇങ്ങനെ ഒരു കമ്മിറ്റിയിൽ വരാൻ, ഔദ്യോഗിക സ്ഥാനത്ത് വരാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. അതാണ് എൻ്റെ വേറൊരു ഏറ്റവും രസകരമായ സംഗതി.
ഇടയ്ക്ക് അച്ഛൻ ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പുതിയ ഭാരവാഹികൾ വരുന്നുണ്ട്, തിരുമേനിയുടെ പേര് ഒന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, ഇഷ്ടംപോലെ മറ്റ് തിരുമേനിമാരുണ്ട്, അവരുടെ ആരെങ്കിലും പറഞ്ഞാൽ മതി. അല്ല, ഞാനൊന്നത് പറഞ്ഞാൽ തിരുമേനിക്ക് പറയുന്നതിന് കുഴപ്പമുണ്ടോ? പറയുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയാം. പിന്നീടാണ് അറിഞ്ഞത് ഇങ്ങനെ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത്. വളരെ സന്തോഷമുണ്ട്. എന്നാൽ അഭിനയ ഉമ്മൻചോളി തിരുമേനിയോട് ചോദിച്ചു, ഇതെന്താണ് നമ്മുടെ ചുമതല, എന്താണ്? തിരുമേനി ഉണ്ടായിരുന്ന കുറേ രസമുണ്ടായിരുന്നു. തിരുമേനി പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, അഭിനയ പ്രസിഡന്റ് തിരുമേനിയുണ്ട്, ജേക്കബ് ആന്റണി അച്ഛനുണ്ട്, ട്രഷറാറുണ്ട്, ഇങ്ങനെ ആൾക്കാരാണ്. തിരുമേനി അവിടെ പോയി വെറുതെ ഇരുന്നാണ്. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി. അങ്ങനെ വളരെ ആശ്വാസത്തോടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ വാർഷിക സമ്മേളനത്തിൽ ഇപ്പോഴും കേട്ടതുപോലെ ഇത് വളരെ വലിയൊരു പ്രസ്ഥാനമാണ്. എക്യുമെനിക്കൽ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇതൊരു എക്യുമെനിക്കൽ പ്രസ്ഥാനമായിട്ട് അറിയപ്പെടുന്നില്ല, ബൈബിൾ സൊസൈറ്റി ആയിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ചുമതല എന്ന് പറയുന്നത്, ഇത് ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സമൂഹത്തെയാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു ഭാഗ്യമാണ്. സ്നേഹമുള്ള ജേക്കബ് ആന്റണി അച്ഛൻ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട്, ഓക്സിലറി സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അച്ഛനോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ, ഇതൊരു ഭയങ്കര ഒരു സ്ഥാനമാണ്, ഇതൊരു വലിയൊരു അവസരമാണ്, ദൈവം നൽകിയ ഏറ്റവും വലിയ അവസരം എന്ന് പറഞ്ഞാൽ ഈ ബൈബിൾ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാർക്കും ആശ്വസിപ്പിച്ച തിരുമേനി വന്നിട്ടുണ്ട്. ഈ ബൈബിൾ ഉപയോഗിക്കുന്ന എല്ലാ സഭകളിലും പോകാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ബൈബിൾ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെടുന്നവർക്കുള്ളൂ, പ്രത്യേകിച്ച് അതിൻ്റെ സെക്രട്ടറിക്കുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. നിങ്ങളെല്ലാവരും അറിയാവുന്നതുപോലെ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ചുമതല ഏറ്റെടുത്താൽ അത് വിജയിപ്പിക്കുന്നതിൽ അച്ഛൻ ഇതിൽ മാത്രമല്ല, ഞങ്ങളുടെ ഡയസിലായിരുന്ന സമയത്തും വളരെ ശ്രദ്ധാലുവായിരുന്നു. ഞാൻ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് പോന്നപ്പോൾ ജർമ്മോസ് പറഞ്ഞു, മിക്കവാറും 12 മണി കഴിയുമ്പോൾ അച്ഛൻ്റെ വിളി വരും, അത് കഴിഞ്ഞ് 4 മണിക്കൊരു വിളി വരും. 12 മണിക്ക് മുമ്പ് വിളി വന്നു, അതിനുശേഷവും വിളി വന്നു. അതാണ് അച്ഛൻ്റെ രീതി. ആൾക്കാരെ ഓർപ്പിച്ച് പലതവണ ഓർപ്പിച്ച് അത് വിളിക്കുന്ന രീതിയുണ്ട്. വളരെ സന്തോഷം. ഇതെല്ലാം അച്ഛനെ ചെയ്യാൻ ദൈവം സഹായിക്കുന്നതിൽ അച്ഛനെയും കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും എല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈബിൾ പ്രിൻ്റ് ചെയ്ത് തർജ്ജമ ചെയ്ത് എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ എത്തിക്കുവാൻ ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം ശ്രദ്ധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, പ്രത്യേകിച്ച് കേരള ഓക്സിലറി. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടെ മുമ്പോട്ട് പോകാൻ സാധിച്ചു എന്നാണ് ഇവിടുന്ന് കേട്ട റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിൾ സൊസൈറ്റിയുടെ വിവിധ തർജ്ജമകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെ അത് വായിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ധാരാളം രീതിയിലുള്ള അതുണ്ടോ. ദിവസം തോറും വായിക്കാനുള്ളത്, 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് വായിക്കാൻ തീർക്കാം, 1 വർഷം കൊണ്ട് വായിച്ച് തീർക്കാമെന്ന് വിവിധ പ്രിൻ്റ് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ കാണാണ്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രമാണമായിട്ട് മാറണം എന്നുള്ളതാണ്. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇത് പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ജീവിത പ്രമാണമായിട്ടും കൂടെ മാറിയാൽ ഇന്ത്യയിൽ വളരെ വലിയ വ്യത്യാസം വരുത്താൻ ബൈബിൾ സൊസൈറ്റിക്കും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ മുമ്പേ പറഞ്ഞ എക്യുമെനിക്കൽ പ്രസ്ഥാനമെന്നോ അല്ലെങ്കിൽ ബൈബിൾ സൊസൈറ്റി എന്നുള്ള പറയുന്നത് ഇത് ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. അതങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് അഭിനയ പ്രസിഡന്റ് തിരുമേനിക്കും നമ്മുടെ എത്രയും പ്രിയങ്കരനായ ഉമ്മൻ ജോർജ് തിരുമേനിക്കും എത്രയും ബഹുമാനരായ അച്ഛന്മാർക്കും ഓഫീസേഴ്സിനും പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങൾക്കും
നമ്മുടെ പ്രിയപ്പെട്ട ജേക്കബ് ആൻ്റണിച്ചന് പ്രത്യേകമായും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും ഈ സമയത്ത് നേരുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും നമ്മളെ ഈ വചനത്തിന് അനുസരണമായി ജീവിപ്പാൻ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു തിരുമേനി. അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമേനി ഓർപ്പിച്ചതുപോലെ 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചത്. എന്നാൽ പറഞ്ഞു വരുമ്പം അല്പസമയമൊക്കെ മുൻപോട്ട് പോകുന്നു. ദയവായിട്ട് ക്ഷമിക്കണമേ. ഇനി 2 ആളുകൾ കൂടെ മാത്രമാണ് നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത്. അതിനുശേഷം ഒരു റിഫ്രഷ്മെൻറ്റ് എല്ലാവർക്കും ഒരുമിച്ച് കൂടി സന്തോഷമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതുവരെയും എല്ലാവരും ഇരിക്കണം. നമ്മൾ 1 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞു. ഏറ്റവും അഭിനന്ദനായിട്ടുള്ള ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനി നമ്മുടെ മധ്യത്തിൽ ദീർഘദൂരം യാത്ര ചെയ്ത് വണ്ടി എങ്ങും നിർത്താതെ തിരുമേനി ഇവിടെ എത്തിച്ചേർന്നു. തിരുമേനിയെ ഏറ്റവും സ്നേഹത്തോടെ കഴിഞ്ഞ 7 വർഷക്കാലം വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ നമുക്ക് സേവനം നൽകി. ഇതിനു മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ തിരുമേനിയുടെ നല്ല നേതൃത്വത്തെക്കുറിച്ച് പറയാനായിട്ടിടയായി തീർന്നു. അവരോട് ചേർന്ന് ഇപ്പം നമ്മളോട് വളരെ ചുരുങ്ങിയ വാക്കിൽ സംസാരിക്കുവാനായിട്ട് ആശംസകൾ അറിയിക്കുവാനായിട്ട് ഉമ്മൻ ജോർജ് തിരുമേനിയെ ക്ഷണിക്കും. 1 മണിക്കൂർ കൊണ്ട് തീരുന്നത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അഭിനന്ദന ഡോക്ടർ തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ഫ്രാൻസിസ് തിരുമേനി, സെക്രട്ടറി അച്ഛൻ, പ്രിയമുള്ള വികാരി ജനറൽ അച്ഛൻ, പുതിയ ട്രഷറർ, സ്നേഹമുള്ള അച്ഛന്മാർ, ബൈബിൾ സൊസൈറ്റിയുടെ സുഹൃത്തുക്കളെ, വേദപുസ്തക സമൂഹത്തിൽ കൊടുക്കുന്ന ആ സ്വാധീനം ഇന്നും നിലനിന്ന് പോകുവാൻ പുതിയൊരു തലമുറയ്ക്ക് സാധിക്കണം. ശോഭായാത്രയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ധാരാളമുണ്ട്. അതൊരു പുതിയ തലമുറയാണ്. ആ കൊച്ചു കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ആ റാലിക്ക് ബഹളങ്ങളില്ല. അത് വളരെ ശാന്തമായി അത് മുൻപോട്ട് പോവുകയാണ്. നമ്മുടെ ഏതെങ്കിലും പരിപാടിക്ക് അത്രയും കൊച്ചു പിള്ളേരെ കിട്ടുമോ? കേരളം മുഴുവൻ അരിച്ചു നോക്കിയാൽ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഞാനങ്ങ് മലയൻകീഴ് മുതൽ ഇവിടെ വരെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഇന്ന് ആധുനിക സമൂഹം നമ്മൾ ഒത്തിരി സംശയങ്ങളും ഒക്കെയായിട്ട് മുൻപോട്ട് പോകുമ്പോൾ പുതിയ തലമുറ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ സൊസൈറ്റി ചെറുപ്പം മുതലേ ആ തോമസ് ചെറിയാനിച്ചൻ്റെ കാറയിൽ എൻ്റെ സഹോദരനും സഹോദരിയും SB കോളേജിലും അസംഷൻ കോളേജിലും പഠിക്കാൻ പെരുന്തുരുത്തിയിൽ അപ്പച്ചൻ ഉപദേശിയായിരുന്നപ്പോൾ അവിടെ പെരുന്തുരുത്തി ബസ് നിർത്തുകയില്ല. സാലിക്കൊച്ചമ്മയ്ക്കറിയാം, അവരും അവിടെ ഇരുന്നാണ്. ആ കാറിലാണ് ഇവർ രണ്ടുപേരും പോരുന്നത്. ഈ ബൈബിൾ സൊസൈറ്റിയുമായിട്ടുള്ള ആ ദീർഘദൂര ബന്ധം ഇന്നും നിലനിൽക്കുന്നു. മുൻപോട്ട് പോകുവാൻ ഒരാഴ്ച കഴിഞ്ഞ ഉടനെ ബിഷപ്പായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വൈസ് പ്രസിഡൻ്റായി. കേരളത്തിലെ CSI ബിഷപ്പ്മാർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അത് ദൈവം അതിനുള്ള അവസരമൊരുക്കി. മാത്യൂസ് കറിയാച്ചനോടും കാലം ചെയ്ത ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയും ഒരു നന്ദി ഞാൻ കോഴിക്കോട്ട് പറഞ്ഞു. അതൊന്നുകൂടെ അടിവരയിടുന്നു. ബൈബിൾ സൊസൈറ്റിക്ക് വേണ്ടി ജേക്കബ് ആൻ്റണി അച്ഛൻ ഊണിലും ഉറക്കത്തിലും എല്ലാം എപ്പോഴും അച്ഛൻ അതിനോട് കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്ക് വളരെ പ്രതീക്ഷയാണ്. കാരണം അഭിനന്ദ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത പ്രസിഡൻറ്റും നല്ലൊരു മാർത്തോമക്കാരൻ ട്രഷററും ഉള്ളതുകൊണ്ട് കാശിൻ്റെ കാര്യത്തിൽ ഈ വർഷം റെക്കോർഡ് കളക്ഷൻ ആയിരിക്കും എന്നുള്ളതിന് 2 പക്ഷമില്ല. അത് വളരെ ബുദ്ധിയോടെ പ്രിയമുള്ള ആൻ്റണി അച്ഛൻ അത് ചെയ്യുകയും ചെയ്തു. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ. ഇതിനോടൊപ്പം ബൈബിൾ സൊസൈറ്റിയോടൊപ്പം കൂടുണ്ട്. ഇത് മരണം വരെയും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിന്ന് മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രോഗ്രാം തീർന്നു കാണുമെന്ന് വിചാരിച്ച് ഫ്രാൻസിസ് തിരുമേനിയുടെ കാറ് കണ്ടപ്പോൾ അല്പം ആശ്വാസമായി. മെത്രാപ്പൊലീത്തയുടെ കാറ് കണ്ടപ്പോൾ മുഴുവൻ ആശ്വാസമായി. പ്രസിഡന്റ് തിരുമേനി വരികയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ
വളരെ നന്ദി അറിയിക്കുന്നു. അല്പം വൈകിയെങ്കിലും എത്താൻ സാധിച്ചത് ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു വെരി മച്ച് തിരുമേനി. ഇപ്പോൾ സ്നേഹമുള്ള ഡോക്ടർ സാബുറ്റി തോമസ് സാറ്, ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനവും കൂടിയാണ്. എല്ലാ ഭാവങ്ങളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നമ്മുടെ ട്രഷറായിട്ട് ചാർജ് ഏറ്റെടുത്തിരിക്കുന്ന ഡോക്ടർ സാബുറ്റി തോമസ് സാറിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഗിവിംഗ് പ്രെയർ TJ ബിജോയ് അച്ഛൻ മുൻപോട്ട് വന്ന് നിർവഹിക്കും. ശേഷം വോട്ട് ഓഫ് താങ്ക്സ്, ക്ലോസിംഗ് പ്രെയർ, ബെനഡിക്ഷൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. മലങ്കര ഭർത്തമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ തിരുവനന്തപുരം ഭർത്തമ മെത്രാപ്പോലീത്ത തിരുമേനി, ഇവിടുന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്യുമെങ്കിലും ദൈവവചനത്തെ സ്നേഹിച്ചും BSIയോടൊപ്പം എന്നും നിൽക്കുന്ന ഉമ്മൻ ജോർജ് തിരുമേനി, പുതിയ വൈസ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന CSI ഈസ്റ്റ് ഡയസിസ് ബിഷപ്പ് VS ഫ്രാൻസിസ് തിരുമേനി, ഇന്ന് അധ്യക്ഷപദം അലങ്കരിച്ച നമുക്കെല്ലാവരുടെയും പ്രിയങ്കരനായ വികാർ ജനറൽ ജേക്കബ് അച്ഛൻ, അതോടൊപ്പം തന്നെ ഊർജ്ജസ്വലനായി എല്ലാം നോക്കി നടത്തുന്ന ഈ ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറി സെക്രട്ടറി ജേക്കബ് ആൻ്റണി അച്ഛൻ, എനിക്ക് മുമ്പേ അനുഗ്രഹിക്കപ്പെട്ട ദീർഘകാലത്തെ ശുശ്രൂഷ ചെയ്ത ജേക്കബ് ജോൺ സാർ, ശ്രേഷ്ഠരായ വൈദികർ, ബൈബിൾ സൊസൈറ്റി ഫാമിലി, ഇവിടെ എത്തിയിരിക്കുന്ന ജനം ഏവരുമേ, മാറ്റമില്ലാത്ത ക്രിയ ചെയ്യുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനം അതിരുകളില്ലാതെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാലത്ത് ഞാൻ ആ വചനത്തിൽ സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ വാക്യങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നവർക്ക് കിട്ടുന്ന സമ്മാനത്തിന് അന്ന് പഠിച്ചതല്ലാതെ പിന്നെ വലിയ സീരിയസ് ആയിട്ട് ഇതൊന്നും കാണാതെ പഠിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ഈ വചനം വിപണനം ചെയ്യുന്നതിനും ബഹുദൂരം സഞ്ചരിപ്പിക്കുന്നതിനും അനേകരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചതുപോലെ അനേകർ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാനും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയായി ബൈബിൾ ശുശ്രൂഷ പ്രവർത്തനത്തെ കാണുകയാണ്. ഇതൊരു പദവിയായി ഞാൻ കാണുന്നില്ല, ദൈവം തന്നൊരു അവസരമാണ്. ഇറ്റ്സ് എ ഗോഡ് ഗിവൻ ഓപ്പർച്യൂണിറ്റി ടു സെർവ് ഗോഡ് ഫോർ ദ ഫർദറൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ലോർഡ് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് ത്രൂ ബൈബിൾ സൊസൈറ്റി ആക്ടിവിറ്റീസ്. വളരെ ലൈവ് വയറായ വൈബ്രൻ്റായ ഒരു അച്ഛനാണ്. അതോടൊപ്പം തന്നെ മലങ്കര മർത്തമ മെത്രാപ്പോലിത്ത തിരുമേനിയുടെയും ഫ്രാൻസ് തിരുമേനിയുടെയും ഒക്കെ കൂടെ ഇരുന്ന് ഈ ശുശ്രൂഷ ചെയ്യുവാൻ കിട്ടുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ആൻഡ് ഓണർ ഫോർ മീ. അതുകൊണ്ട് തുടർന്നുള്ള ആ പ്രവർത്തനത്തിൽ എനിക്ക് ആവശ്യം, ഞാനൊരു ന്യൂ എൻട്രൻ്റ് ആണ്. അതുകൊണ്ട് ഐ നീഡ് ദ ഡിവൈൻ ഗ്രേസ്, ഡിവൈൻ വിസ്ഡം ആൻഡ് ഡിവൈൻ നോളജ് ടു മൂവ് ഫോർവേഡ്. പ്രയോഗിക്കുന്ന ബൈബിൾ സൊസൈറ്റിയിലെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ എല്ലാവിധ സഹകരണവും എനിക്ക് ആവശ്യമാണ്, എനിക്കെല്ലാവർക്കും. അതുകൊണ്ട് നമ്മളൊരു കുടുംബമെന്ന നിലയിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ലെറ്റ് us work together and win together for the Lord. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം all honor, glory giving to Lord and taking up the new responsibility, let us move forward with all faithfulness, with complete dedication and total commitment to extend the kingdom of Lord. Thank you once again എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച് ഡിയർ സാർ. അടുത്തതായിട്ട് നമ്മുടെ ഒരു താങ്ക്സ് ഗിവിംഗ് പ്രെയർ ആണ്. ഈസ്റ്റ് കേരള മഹായുടെ ക്ലർജി സെക്രട്ടറി ആയിരിക്കുന്ന റവറൻഡ് TJ ബിജോയ് അച്ഛൻ അത് നിർവഹിക്കുന്നു. നമ്മളെല്ലാവരും ഇരിക്കുകയായിരുന്നുവല്ലോ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം നമുക്ക് നടത്തിയ നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് പുതിയ ഭാരവാഹികൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകാം. വചനം ജഡമായി ഭൂമിയിൽ അവതരിച്ച ഞങ്ങളുടെ കർത്താവേ, കഴിഞ്ഞ 68 വർഷമായി കേരളത്തിൽ ബൈബിൾ സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ പ്രവർത്തിക്കുവാനും കർത്താവെ അതിലൂടെ അനേകമായിരം ജനങ്ങൾക്ക് അങ്ങയുടെ വചനം എത്തിക്കുവാനും സഹായിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളായി ബൈബിൾ സൊസൈറ്റിയിൽ പ്രവർത്തിച്ച എല്ലാ ബഹുമാന്യ വ്യക്തികളെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ
7 വർഷമായി കഴിഞ്ഞ ടൈമിലൊക്കെയും പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ക്രിസോസ്റ്റമോസ് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ച ഉമ്മൻ ജോർജ് തിരുമേനിയെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ട്രഷററായി ദീർഘവർഷം സേവനം ചെയ്ത ജേക്കബ് ജോൺ സാറിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ആരോഗ്യം, അവരുടെ ബുദ്ധി, അവരുടെ സാന്നിധ്യം എല്ലാം ബൈബിൾ സൊസൈറ്റിക്ക് നൽകി. അതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, പുതുതായി സ്ഥാനമേറ്റ മർത്തോമ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ മകനിലൂടെ ബൈബിൾ സൊസൈറ്റി കൂടുതൽ ശക്തിപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട VS ഫ്രാൻസിസ് തിരുമേനിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ കൃപയാൽ അങ്ങയുടെ മകനിലൂടെയും ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം ഏറ്റവും ശക്തിപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ട്രഷററായി ചുമതലയേൽക്കുന്ന ഡോക്ടർ സാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ നിന്റെ മകനെയും അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിവിധ സഭകളെ പ്രതിനിധീകരിച്ച് വരുന്നവർ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തണമേ. അവൻ ഞങ്ങളെല്ലാവരും ഒരേ വചനമാണ് കയ്യിൽ ഏന്തുന്നത്. വ്യത്യസ്ത ഡിനോമിനേഷനുകളിലാണെങ്കിലും ദൈവമേ, അവിടുത്തെ കൃപയെക്കുറിച്ചും അവിടുത്തെ സ്നേഹത്തെക്കുറിച്ചും അവിടുത്തെ ദയയെക്കുറിച്ചും അവിടുത്തെ കരുതലിനെക്കുറിച്ചും അവിടുത്തെ രക്ഷയെക്കുറിച്ചും ഞങ്ങൾക്ക് പ്രഘോഷിക്കുവാൻ, ദൈവവചനം കടന്നു ചെന്നിട്ടില്ലാത്ത ഇടങ്ങളിൽ ദൈവവചനവുമായി പോകുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം നൽകുന്നവർ മാത്രമല്ല, വചനം പ്രമാണിക്കുന്നവരായും ഞങ്ങളുടെ ജീവിതശൈലി വചനത്തിൽ നിന്ന് രൂപപ്പെടുത്തുന്നവരായും ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കർത്താവെ, നേതൃത്വം നൽകുന്ന ജേക്കബ് ആന്റണി അച്ഛനു വേണ്ടി, ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ലോകത്തിൽ ദൈവവചനം ഉയർത്തിപ്പിടിക്കുവാൻ, ദൈവവചനം എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അങ്ങ് ചെയ്തു തന്നിട്ടുള്ള എല്ലാ നന്മയ്ക്കായും ഞങ്ങൾക്ക് കാലാകാലങ്ങളിൽ നേതൃത്വം നൽകുന്ന എല്ലാ മതമേലന്മാർക്ക് വേണ്ടി ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നയിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു നിമിഷവും കൂടി ഇരിക്കാം. ഇപ്പോൾ ഈ മീറ്റിങ്ങിന് വളരെ ചുരുങ്ങിയ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാനായിട്ട് ബൈബിൾ സൊസൈറ്റിയുടെ ഓക്സിലറി കമ്മിറ്റി അംഗവും വിവിധ സബ് കമ്മിറ്റിയിൽ സേവനം ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് PV ചെറിയാൻ സാറിനെ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. അനുഗ്രഹീതമായ ഈ സായസന്ധ്യയിൽ ബൈബിൾ സൊസൈറ്റി കേരള ഘടകത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച നേതൃത്വം നൽകിയവരോട് നന്ദി പറയുന്നതിനും പുതുതായി ചുമതലയിൽ പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശംസകൾ അർപ്പിക്കുന്നതിനുമായി വിളിച്ചേർക്കപ്പെട്ട അത്യന്തം ലളിതവും ഹൃദ്യവുമായ ഈ ചടങ്ങ് പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഇതിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി പറയുന്നതിനും ലഭിച്ച ദൈവകൃപയ്ക്ക് വ്യാപരിച്ച ദൈവകൃപയ്ക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തട്ടെ. അനുഗ്രഹീതമായ ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് വളരെ ലളിതമായിരിക്കണമെന്ന് ആദ്യം തന്നെ ജേക്കബാനി അച്ഛൻ ഇവിടെ ഇരുന്ന് ഒരുമിച്ച് ചിന്തിച്ചപ്പോൾ തിരുമേനി പറഞ്ഞ പോലെ 45 മിനിറ്റ് കൊണ്ട് തീരണമെന്നാണ് ആഗ്രഹിച്ചത്. അത് 1.5 മണിക്കൂറിലേക്ക് എത്തുകയാണെന്ന് എനിക്കറിയാം. ഞാൻ ഒറ്റ വാക്കിൽ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തും. കാരണം വളരെ താമസിച്ചുപോയെന്ന് എനിക്കറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസോസ്റ്റമസ് തിരുമേനിക്ക് ഇന്ന് വരാൻ സാധിച്ചില്ല. ക്രിസോസ്റ്റമസ് തിരുമേനി അനുഗ്രഹീതമായൊരു നേതൃത്വം നൽകി. തിരുമേനിയോട് കഴിഞ്ഞ ഓക്സിലറി കമ്മിറ്റിയിലും നമ്മുടെ വാർഷിക സമ്മേളനത്തിലും നന്ദി പ്രകാശിപ്പിച്ചു. തിരുമേനിയോട് ഓക്സിലറി കമ്മിറ്റിക്ക് ഇന്ന് വരാൻ സാധിച്ചില്ലെങ്കിലും തിരുമേനിയുടെ അസാന്നിധ്യത്തിൽ ആ നന്ദി പ്രകാശിപ്പിക്കുന്നു. KY അധ്യക്ഷൻ എന്ന നിലയിൽ KY ജേക്കബിനോടാണല്ലോ ആദ്യം നന്ദി പറയേണ്ടത്. കേരള ഓക്സിലറിയുടെ പുതിയ വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു നോമിനേഷൻ കമ്മിറ്റി ഫോം ചെയ്തപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും അതിന് നേതൃത്വം കൊടുക്കുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും KY സഹായിച്ചു. അച്ഛൻ്റെ അധ്യക്ഷതയിലാണ് ഇന്ന് മുമ്പേ സൂചിപ്പിച്ച പോലെ സ്ഥാനം ഒഴിയുന്ന തിരുമേനിയും പുതിയ തിരുമേനിയുടെയും അധ്യക്ഷനാക്കാൻ പറ്റാത്തതുകൊണ്ട് KY തന്നെ അധ്യക്ഷനായിരിക്കാമെന്ന് തീരുമാനിക്കുകയും അച്ഛൻ കൊട്ടാരക്കൽ നിന്ന് നേരത്തെ എത്തിച്ചേരുകയും ചെയ്തു. അച്ഛനോടുള്ള നന്ദിയെ പ്രകാശിപ്പിക്കുന്നു.
കേരള ഓക്സിലറി പ്രവർത്തനം ആരംഭിച്ചിട്ട് 68 വർഷം കഴിഞ്ഞു. സപ്തതി കൊണ്ടാടാൻ പോകുന്ന ഒരു സമൂഹത്തിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്നത് ആരായിരിക്കണം എന്ന് നോമിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ ഇതിൽ ശക്തനായ ഒരാളിനെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ സപ്തതി വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 69-70 അഭിമന്യ മാർത്തോമ മെത്രാപ്പോലീത്ത തന്നെ നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ കേരള ഘടകത്തിൻ്റെ ചുമതലക്കാരനായിരിക്കാൻ ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് ആ നോമിനേഷൻ കമ്മിറ്റി തിരുമേനിയുടെ പേര് നിർദ്ദേശിച്ചു. ഓക്സിലറി കമ്മിറ്റിയിലും അതിൻ്റെ ജനറൽ കൗൺസിൽ ആനുവൽ മീറ്റിങ്ങിലും തിരുമേനി തിരഞ്ഞെടുത്തു. തിരുമേനി ഇന്ന് നേരത്തെ ഇവിടെ എത്തി തിരുമേനിയോടുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചു. അഭിമന്യ ഫ്രാൻസിസ് തിരുമേനിയെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശാന്തനും സൗമ്യനുമായൊരു തിരുമേനി. മേലുകാവിൽ ഞങ്ങൾ പല മീറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. ഈസ്റ്റ് കേരള ഡയസിന് നേതൃത്വം കൊടുക്കുന്നു. CSI ഈസ്റ്റ് കേരള ഡയസിൻ്റെ തിരുമേനിയെ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കാവുന്ന നോമിനേഷൻ കമ്മിറ്റിയിൽ എല്ലാവരും ഐകകണ്ഠ്യേന തീരുമാനിക്കുകയും അങ്ങനെ ആ സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. അടുത്ത വർഷങ്ങളിൽ ഈ ബൈബിൾ സൊസൈറ്റി സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ തിരുമേനിക്ക് എല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും നേരുകയും ഈ മീറ്റിംഗ് പങ്കെടുത്തതിനുള്ള നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ 7 വർഷക്കാലം മുമ്പേ ഉമ്മൻചോറി തിരുമേനി പറഞ്ഞ പോലെ തിരുമേനിയായ ഉടനെ കിട്ടിയൊരു നിയോഗമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ബൈബിൾ സൊസൈറ്റി. 7 വർഷക്കാലം എല്ലാ ഓക്സിലറി കമ്മിറ്റിയിലും പങ്കെടുത്തു. തിരുമേനിയെല്ലാം സജീവം നേതൃത്വം നൽകി. ഇന്ന് എത്താൻ സാധിക്കുമെന്ന് പേടിച്ചിട്ടെങ്കിലും തിരുമേനിക്ക് സമയത്തിനൂടെ എത്തിച്ചേരാൻ പറ്റി. തിരുമേനിയോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ 9 വർഷക്കാലം സജീവമായ നേതൃത്വം നൽകിയ നമ്മുടെ ട്രഷറർ ജേക്കബ് ജോൺ സാറ് ഈ കെട്ടിടത്തിൻ്റെ നവീകരണത്തിന് നേതൃത്വം നൽകി. കൺവീനർമാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് സാധിച്ചു. എല്ലാ ദിവസവും ഇവിടെ വന്നു. ഇതിൻ്റെ ഓരോ തൂണിലും തുരുമ്പിലും ഓരോ പെയിൻ്റ് അടിക്കുന്നിടത്തും കട്ടണിടുന്നിടത്തും ഓരോന്നിനും എല്ലാ കാര്യത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് സഹായിച്ചു. 9 വർഷക്കാലം നേതൃത്വം കൊടുത്തു. വളരെ ചുറുചുറുക്കോടെ പ്രവർത്തിച്ച ട്രഷറർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. പുതുതായിട്ട് അതിലും ചുറുചുറുക്കോടെ പ്രവർത്തിക്കാൻ പറ്റിയൊരു ട്രഷറെ തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ കണ്ടു. നമ്മുടെ പ്രിയപ്പെട്ട സാവുറ്റി തോമസിനെ ആ സ്ഥാനത്തേക്ക് ലഭിച്ചു. അടുത്ത വർഷങ്ങളിലുള്ള സേവനം സാവുറ്റി തോമസിന് ഇതുപോലെ തന്നെ സേവനം നടത്താൻ ഇടപെട്ടെന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും അർപ്പിക്കുകയും ചെയ്തു. ഇന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്ത അഭിവന്യരായ എല്ലാ തിരുമേനിമാരുടെ ഒപ്പം തന്നെ പുതിയ കമ്മിറ്റിയിലേക്ക് പ്രവേശിക്കുന്ന എവിറ്റി മാമനച്ചൻ, മാത്യോണച്ചൻ ഇവരെ നിങ്ങളെ പുതിയ കമ്മിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുകയും എല്ലാ ആശംസകൾ അർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ബൈബിൾ സൊസൈറ്റിയുടെ കോട്ടയം ബ്രാഞ്ചിൻ്റെ പ്രസിഡന്റ് ജോജി അച്ഛൻ, അങ്ങ് കൂടല്ലൂർ മുതൽ ജോജി അച്ഛൻ പ്രസിഡന്റ് സ്ഥാനമാണ് തുടരുന്നത്. എല്ലാ ബ്രാഞ്ചുകളുടെയും പ്രസിഡൻ്റായിട്ട് ജോജി അച്ഛൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോട്ടയം ബ്രാഞ്ചിൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ ജയിക്കുവണ്ണി അച്ഛനെ അവസാനം പറയാമെന്ന് വിചാരിച്ചാണ്. അതുപോലെ മറ്റച്ഛന്മാർ ഓരോരുത്തരും, ഞാൻ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഓരോരുത്തരെയും പറയണം. തിരുമേനി ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ട്. മേരി ജോൺസിൻ്റെ പ്രതിനിധികളായിട്ട് കോട്ടയം ബ്രാഞ്ചിൽ നിന്ന് കടന്നു വന്നവർ സാവുറ്റി തോമസിൻ്റെ ഭാര്യ ആനിയമ്മയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞപ്പം പ്രൈമറി ക്ലാസ്സിൽ എല്ലായിടത്തും 10ാം ക്ലാസ്സിൽ 20 കൊല്ലം പഠിപ്പിച്ച അധ്യാപികയാണ് കോട്ടയം MG സെമിനാരിയിലെ. ആനിയമ്മയുടെ പിതാവ് കുറിയാക്കോ സാറും MG സ്കൂളിലെ അധ്യാപകനായിരുന്നു. തിരുമേനിയുടെ അധ്യാപകനായിരുന്നു. കുടുംബാംഗങ്ങളുണ്ട്, മോനും ഭാര്യയും വന്നിട്ടുണ്ട്. അവരെല്ലാവർക്കും കോട്ടയം ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി, പുതുപ്പള്ളി ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി, അവർ രണ്ടുപേരും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുൻ ട്രഷറർ ജോർജ് മാത്യു, ഓരോരുത്തരും ചെറിയാൻ സാറ് മൂവാറ്റുപുഴയിൽ നിന്ന് വന്നു, പാസ്റ്റേഴ്സ് ഉണ്ട്. ഓരോരുത്തരും സ്റ്റാഫ് അംഗങ്ങളെല്ലാവരും പാട്ടുപാടിയും വേദപുസ്തകം വായിച്ചും സഹായിച്ചു. മീറ്റിങ്ങിൽ എല്ലാവരും സഹായങ്ങൾ ഓരോരുത്തരുടെയും ലഭിച്ചു. ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ഇനി ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ചുറിയുറുക്കോടുകൂടി പ്രവർത്തിക്കുന്ന ജയിക്കവാനി അച്ഛൻ ഇതിൻ്റെ പരിപാടികൾ ഓരോന്നും ആവിഷ്കരിച്ചപ്പോൾ എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിച്ചു. അച്ഛനോടുള്ള നന്ദി പറയുന്നു. വന്നുകൂടിയ ഓരോരുത്തരെ ആരെങ്കിലും പേര് വിട്ടുകൊണ്ട് അവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കെല്ലാവർക്കും നന്ദി അറിഞ്ഞ ഏറ്റവും സ്നേഹമുള്ള അഡ്വക്കേറ്റ് PV ചെറിയാൻ സാർ, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ. സാറിനും നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കാം. ഇപ്പോൾ നമുക്ക് ക്ലോസിംഗ് പ്രയറിന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡ് സെൻട്രൽ ചർച്ച് കോട്ടയത്തിൻ്റെ പാസ്റ്ററായിട്ട് സേവനം ചെയ്യുന്ന പാസ്റ്റർ ബ്ലസ്സൺ ജോൺ മുൻപോട്ട് വന്ന് ക്ലോസിംഗ് പ്രയറിൽ നമ്മളെ അനുഗ്രഹിക്കും. തുടർന്ന് അഭിനന്ദനായുള്ള പ്രസിഡന്റ് തിരുമേനിയുടെ ആശീർവാദത്തോടുകൂടി നമുക്ക് പിരിയാം. അതിനുശേഷം ഒരു റിഫ്രഷ്മെൻറ്റ് വളരെ പെട്ടെന്ന് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും നിങ്ങളെല്ലാവരും പങ്കെടുത്തതിന് ശേഷമേ കടന്നു പോകാവുള്ളൂ എന്നും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. അടിയങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഞങ്ങളുടെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്തല്ലോ.
ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ നാളുകളിൽ അങ്ങ് സമൃദ്ധിയായി അനുഗ്രഹിച്ചുവല്ലോ. കർത്താവെ, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യയിലും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലും അപ്പോൾ തന്നെ കർത്താവെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലും ഈ ബൈബിൾ എത്തിച്ചേരുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്തല്ലോ. കഴിഞ്ഞ നാളുകളിൽ വെല്ലുവിളികൾ അതിജീവിച്ച് ദൈവവചനത്തെ പ്രഘോഷിപ്പിക്കുവാനും ദൈവവചനത്തെ മുൻപോട്ട് നയിക്കുവാനും അങ്ങയുടെ ഭൃത്യന്മാരെ അങ്ങ് അഭിഷേകം ചെയ്തതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. പുതിയതായി നിയോഗിക്കപ്പെട്ട അങ്ങയുടെ ഭൃത്യന്മാരെ, തിരുമേനിമാരെ, അച്ഛന്മാരെ അഭിഷേകം ചെയ്തപ്പെട്ട ദൈവമക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും പുതിയ വെല്ലുവിളികൾ ഞങ്ങൾക്കുണ്ട് കർത്താവേ, പ്രതിസന്ധികൾ ഞങ്ങൾക്കുണ്ട്. എന്നാൽ അതിനെ അതിജീവിച്ച് പിന്നെയും ഇന്നലകളിൽ ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്നും അങ്ങ് തന്നെ അത് നേതൃത്വം കൊടുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ വിശാലതയിലേക്കും അതിൻ്റെ പുതിയ തലങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് നയിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കപ്പെടും, പുതിയ ഇടങ്ങൾ ഞങ്ങൾക്കായി തുറക്കപ്പെടും. അതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ഭൃത്യന്മാരെ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ചവരെ അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകൾ 7 വർഷം 9 വർഷം ശുശ്രൂഷിച്ച ഞങ്ങളുടെ ഭൃത്യന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ശ്ലാഘിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. അവരെ ഞങ്ങൾ മാറ്റി നിർത്തുകയല്ല, പിന്നെയും ഈ പ്രവർത്തനത്തോട് ചേർത്ത് നിർത്തി കർത്താവേ മുന്നേറുവാൻ ദൈവം അവരെല്ലാവരെയും സഹായിക്കണമേ. എല്ലാവരെയും ഒരിക്കൽ കൂടെ അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന സമയം മുതൽ അങ്ങയുടെ വലിയ സാന്നിധ്യം പകർന്നല്ലോ. വിവിധങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ ഭൃത്യന്മാരെ സ്വർഗം അനുഗ്രഹിക്കണമേ. ചെന്നെത്തുന്ന ഇടങ്ങളിൽ എത്തും വരെയും ദൈവത്തിൻ്റെ കൃപ പകരണം. തുടർന്നും അങ്ങയുടെ പരിപാലനം അടിയങ്ങളുടെ മേലുണ്ടാകട്ടെ. ഈ കോട്ടയം പട്ടണത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ സ്ഥാപനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ വിശാലത നൽകി അനുഗ്രഹിക്കാൻ പോകുന്ന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവും പുത്രനും പരിശുദ്ധാർഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രിയരെ നമ്മളെല്ലാവരോടും കൂടെ ബൈബിൾ സൊസൈറ്റിയോടും പ്രത്യേകിച്ച് കേരള ഓക്സിലറിയോടും അതിൻ്റെ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടുകൂടെയും ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ.